ഹലോ. അപ്പോൾ എല്ലാവർക്കും പറഞ്ഞ പോലെ സ്വാഗതം മാത്തമാജിക് മലയാളത്തിൻ്റെ ക്ലാസ്സസിലോട്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിരുന്ന പോലെ നമ്മൾ കേരള PSC എഴുതുന്ന ആൾക്കാരെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള സ്പെഷ്യൽ വീഡിയോ ആണ്. അതിൽ തന്നെ ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാംസ് വരുന്നുണ്ട്. നമുക്കറിയാം, എസ്പെഷ്യലി ഈ പറഞ്ഞ പോലെ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാം വരുന്നുണ്ട്. ഒരുപാട് പേർക്ക് നല്ല ഓപ്പർച്യൂണിറ്റി ഉള്ള എക്സാമാണെന്ന് എല്ലാവർക്കും അറിയാം. ഒരുപാട് നിയമനങ്ങൾ നടക്കുന്ന എക്സാമാണ്. അതിനെ ഡീറ്റെയിൽസിനെ കുറിച്ചൊക്കെ നിങ്ങൾ പല സ്ഥലങ്ങളിൽ പല രീതിയിൽ കേൾക്കുന്നുണ്ടാവും. ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും എലാബറേറ്റ് ചെയ്യാനായിട്ട് നിൽക്കുന്നില്ല. നമുക്ക് ടൈം കൺസ്ട്രെയിൻ ഒരുപാടുള്ളതുകൊണ്ട് ക്ലാസ്സും വളരെ ലേറ്റായിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് ഇലാബറേറ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ സിലബസിൻ്റെ ഭാഗമായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് GKയുടെ സ്റ്റാറ്റിക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സ്റ്റാറ്റിക്കിൽ നമുക്കറിയാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പോളിറ്റി വരും, അതിനുശേഷം ഹിസ്റ്ററി, ജോഗ്രഫിയും എക്കണോമി എല്ലാം വരുമല്ലോ. അപ്പോൾ അതിൽ പോളിറ്റി നമ്മൾ ഓൾറെഡി ഇൻഡെപ്ത് ക്ലാസ്സസ് നമ്മുടെ ക്ലാസ്സസ് പോകുന്നുണ്ടെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. സോ അത് നിങ്ങൾ കണ്ടാൽ മതി. അതിനേക്കാളും വലിയ ഇൻഡെപ്തായിട്ട് നമുക്ക് അതിനകത്ത് പോകാനായിട്ട് പറ്റില്ല. നമ്മൾ സിവിൽ സർവീസിനൊക്കെ പഠിക്കുന്ന ആൾക്കാർ റെഫർ ചെയ്യുന്ന മെറ്റീരിയൽസ് എടുത്തു വെച്ചുകൊണ്ടുള്ള ലെക്ചേഴ്സാണ് അതിനകത്ത് പോകുന്നത്. അതുപോലെ തന്നെ ജോഗ്രഫിയും പറ്റുന്ന രീതിയിൽ ഇൻഡെപ്തായിട്ട് പോകാനായിട്ടാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള സബ്ജക്ട്സും നമ്മളങ്ങനെ വഴിയെ തുടങ്ങും. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കുകയാണ്. ഓക്കെ. പിന്നെ വേറെ കാര്യം പറയാനുള്ളത്, ഇപ്പോൾ കേരള ജോഗ്രഫി പോലെ തന്നെ ഇന്ത്യൻ ജോഗ്രഫിയും നമുക്ക് സിലബസ് വരുന്നുണ്ടെന്ന് എനിക്കറിയാം, റിവേഴ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്ത്യൻ ജോഗ്രഫിയുടെ സീരീസൊക്കെ ഞാൻ എന്തായാലും എടുക്കും. കാരണം SSC പഠിക്കുന്ന പിള്ളേർക്കും ബാക്കിയുള്ള സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിനുള്ള ആൾക്കാർക്കും ഇന്ത്യൻ ജോഗ്രഫിയുടെ ലെക്ചേഴ്സും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് അതും വരും. അപ്പോൾ നിങ്ങൾ രണ്ടുപേർക്കും, നിങ്ങൾ സ്റ്റേറ്റ് എക്സാംസ് എഴുതുന്നവർക്കും സെൻട്രൽ എക്സാംസ് എഴുതുന്നവർക്കും സിലബസിൽ ഒരുപാട് സ്ഥലത്ത് ഓവർലാപ്സ് ഉണ്ടല്ലോ. ഇപ്പോൾ ഇന്ത്യൻ ജോഗ്രഫി, ഇന്ത്യൻ എക്കണോമി, 5 ഇയർ പ്ലാൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, പോളിറ്റി, പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങൾ ഒരുപാടുണ്ടല്ലോ, വേൾഡ് ഹിസ്റ്ററി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ നിങ്ങൾ, അപ്പോൾ ഒബ്വിയസ്ലി മാത്സ്, റീസണിങ്, അതാണ് നമ്മുടെ മെയിൻ. മാത്സും റീസണിങ്ങും അതുപോലുള്ള സബ്ജക്ട്സിലൊക്കെ ഓവർലാപ്പ് ഉള്ളത് നിങ്ങൾ അങ്ങനെ കോമൺ ആയിട്ട് കണ്ടാൽ മതി. നിങ്ങൾ SSCക്കാർക്കും ഞാൻ മറ്റും എടുക്കുന്ന ക്ലാസ് അതിനകത്തുള്ള സിലബസ് അത് തന്നെയായിരിക്കും വരുന്നത്. അത് തന്നെ PSCക്കാർ അതും കണ്ടാൽ മതി, അവർക്ക് യൂസ്ഫുൾ ആവും. ബാക്കിയുള്ള സ്പെഷ്യലായിട്ടുള്ള ക്ലാസ് ഇത് SSCക്കാർ കാണണമെന്നില്ല, SSC മാത്രം എഴുതുന്ന ആൾക്കാർ ഇത് കാണണമെന്നില്ല. അത് എക്സ്പ്ലെയിനബിൾ ആണല്ലോ. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഡിഗ്രി ലെവൽ പ്രിലിംസ് എഴുതുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മാത്സിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും സംശയം ഉണ്ടെങ്കിൽ ഇതിനകത്ത് വരുന്ന പ്രോബ്ലംസ് തന്നെ ആയിരിക്കും വരുന്നത്. ഇപ്പോൾ നമ്മൾ ഇടുന്നത് മിക്കതും ഈ ബേസ്ഡ് ആയിട്ടുള്ള അരിത്തമെറ്റിക് മാത്സിൻ്റെ ബേസിക് മാത്സാണ് മുഴുവൻ നമ്മൾ ഇടുന്നത്. ഇപ്പോൾ മിക്സ്ചർ ആൻഡ് എലിഗേഷൻ, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, ഇതൊക്കെ നിങ്ങൾക്ക് PSC ഡിഗ്രി ലെവൽ മെയിൻസിലും വരുന്ന അതേ സാധനങ്ങളാണ്. അത് കഴിയുമ്പോൾ നമ്മളിപ്പോൾ പതുക്കെ അഡ്വാൻസ്ഡ് മാത്സിലോട്ടും കൂടെ കടക്കും. അപ്പോൾ സിലബസിനെ കുറിച്ച് നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ നിന്ന് കിട്ടുന്നതിനെക്കുറിച്ച് ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ രീതിയിലായിരിക്കും. ഇപ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ട് പഠിക്കേണ്ട കേരള ബേസ്ഡ് ആയിട്ടുള്ള കേരള ജോഗ്രഫി, കേരള എക്കണോമി, കേരള ഹിസ്റ്ററി, കേരള മോഡേൺ ഹിസ്റ്ററി, കേരള ഏൻഷ്യൻ ഹിസ്റ്ററി, ഇതെല്ലാം നമ്മൾ കവർ ചെയ്യും. പ്ലസ് ബാക്കിയുള്ള കോമൺ ആയിട്ടുള്ളതും കൂടെ നിങ്ങൾക്ക് റെഫർ ചെയ്തിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കേണ്ടതാവും. അത് ഞാൻ ഈ ഒരു ലേബലിൽ കൊണ്ടുവരില്ല എന്നേ ഉള്ളൂ. ഈ ഒരു ലേബലിൽ ഇപ്പോൾ PSCയെ ടാർഗറ്റ് ചെയ്ത്. ഓക്കെ. അപ്പോൾ ഏകദേശം ക്ലിയർ ആയല്ലോ കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഞാൻ ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ ജോഗ്രഫിയിലോട്ടാണ് പോകുന്നത്, കേരള ജോഗ്രഫിയിലോട്ട്. അപ്പോൾ ഒരുപാട് ഡീപ്പായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പോകുന്നില്ല. നമ്മളൊരു തുടങ്ങി വയ്ക്കുകയാണ്, ഒരു ഇൻട്രൊഡക്ടറി ക്ലാസ് പോലെ. അപ്പോൾ നമ്മൾ ആ ഒരു വെയിറ്റ് നിങ്ങൾക്ക് അതിൻ്റെ പുറത്ത് ഫീൽ ചെയ്യിക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ, നേച്ചർ, നമ്മുടെ ലെക്ചറിൻ്റെ ഒരു ടോൺ ആൻഡ് പേസൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ക്ലാസ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവാനും വേണ്ടിയിട്ടുള്ളൊരു ക്ലാസ്സാണ്. എന്നിട്ട് നമുക്ക് പതുക്കെ അതിൽ ഡെവലപ്പായിട്ട് പോകാം. അപ്പോൾ ടൈമൊന്നും വേസ്റ്റ് ചെയ്യാതെ നമുക്ക് കോൺസെപ്റ്റിലോട്ട് കടക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഫിസിക്കൽ ജോഗ്രഫി പഠിക്കുമ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ കാണുന്നതും എല്ലാം ഒരു മാപ്പാണല്ലോ. ഒരു മാപ്പാണ് നമ്മൾ എപ്പോഴും കാണുക കേരളത്തിൻ്റെ അടുത്ത് നോക്കുമ്പോൾ. അപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഇന്ത്യൻ ഓഷൻ, അറേബ്യൻ സീ, ബേ ഓഫ് ബംഗാൾ, ഇതിലോട്ട് ഇങ്ങനെ തള്ളി നിൽക്കുന്ന ഈ ഇന്ത്യൻ പെനിൻസുലയിൽ അതിൻ്റെ സൗത്ത് വെസ്റ്റ്, പറഞ്ഞപ്പോൾ തെറ്റിപ്പോയി, സൗത്ത് വെസ്റ്റ്, തെക്ക് പടിഞ്ഞാറൻ തീരത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ചെറിയ തുരുത്താണ് നമ്മുടെ ഈ കേരളം എന്ന് പറഞ്ഞ കൊച്ചു സംസ്ഥാനം, വളരെ സുന്ദരമായ സംസ്ഥാനം അല്ലേ. അപ്പോൾ ആ ലൊക്കേഷൻ നിങ്ങൾക്കറിയാം. പക്ഷെ നമ്മൾ മാപ്പിൽ പറയുമ്പോൾ ഇങ്ങനെയല്ലല്ലോ, നമ്മൾ അക്ഷാംശങ്ങളും രേഖാംശങ്ങളും ഉപയോഗിച്ചല്ലേ പറയുന്നത്.
ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ഉപയോഗിച്ചാണ് പറയുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ്, കേരളത്തിൻ്റെ വടക്കൻ അക്ഷാംശം ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ 8 ഡിഗ്രി 18 നോർത്ത്, 12 ഡിഗ്രി 48 നോർത്ത്. 8 ഡിഗ്രിക്കും 12 ഡിഗ്രിക്കും ഇടയിലോ അടുത്തായിട്ടാണ്. ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ കിഴക്കൻ രേഖാംശം എന്ന് പറഞ്ഞാൽ 74 ഡിഗ്രിയും 77 ഡിഗ്രിക്കും ഇടയിലായിട്ടാണ്. ഇതിപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഇത് പഠിക്കും. പക്ഷെ നമ്മളത് വലിയ കാര്യമായിട്ട് എന്തിനാണ് ഇങ്ങനെ ഒരു മെഷറിംഗ് സിസ്റ്റം ഉള്ളത് എന്നതിനെക്കുറിച്ച് വലിയ വ്യാകുലപ്പെട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു പരിപാടി നമുക്കില്ല. പക്ഷെ നമ്മളങ്ങനെ ചിന്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം മൈൻഡിൽ നമ്മൾ നമ്മുടെ ഭൂമിയുടെ ഓവറോൾ ഭൂപടം മാപ്പ് നമ്മുടെ മൈൻഡിൽ വരുമ്പോൾ അതിൽ കേരളം എവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു വ്യക്തമായൊരു ധാരണ നമുക്ക് കിട്ടുന്നൊരു കാര്യമാണ്. കാരണം എന്താ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഗൂഗിൾ മാപ്സ് അതിനകത്ത് പോകാമെന്ന് വിചാരിക്കും. ഇപ്പോൾ നമ്മളിവിടെ ഇത് നോർമൽ വ്യൂ ആണല്ലോ. നമ്മളതിനകത്ത് ഈ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡൊക്കെ ഡിസ്പ്ലേ ചെയ്ത് നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് സൂം ഔട്ട് ചെയ്താൽ എന്താ മനസ്സിലാവുന്നത്? ഇക്വേറ്റർ ഉണ്ട്, ഭൂമധ്യരേഖ അല്ലേ? ഈ കാണുന്ന മെയിൻ സംഭവമാണ് ഇക്വേറ്റർ. ഈ ഇക്വേറ്റർ എന്താ ചെയ്യുന്നത്? ഭൂമിയെ നെടുകെ വീതിച്ചിരിക്കുകയല്ലേ. ഭൂമിയെ നെടുകെ ഇങ്ങനെ മേളിലും താഴെയായിട്ട് വീതിച്ചിരിക്കുക. അപ്പോൾ ഇക്വേറ്ററിൻ്റെ മേളിലും ഇക്വേറ്ററിൻ്റെ താഴെയും. അപ്പോൾ ഈ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സംഭവം, അതായത് വടക്കൻ അക്ഷാംശം, ഈ ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ കാണിക്കുന്നത് വെച്ചാൽ ഇക്വേറ്ററിൻ്റെ മേളിൽ, മനസ്സിലായോ? ഇക്വേറ്ററിൻ്റെ ഭൂമധ്യരേഖയ്ക്ക് മേളിൽ, എന്തോരം മേളിൽ? 8 ഡിഗ്രിക്കും 12 ഡിഗ്രിക്കും ഇടയിലായിട്ട്. കണ്ടോ? ഭൂമധ്യരേഖയ്ക്ക് മേളിൽ 8 ഡിഗ്രിക്കും 12 ഡിഗ്രിക്കും ഇടയിലായിട്ട്. അപ്പോൾ ഇത് എവിടെ വേണമെങ്കിലും ആവാമല്ലോ, എവിടെ വേണമെങ്കിലും ആവാം. ഭൂമധ്യരേഖയ്ക്ക് മേളിൽ 8 ഡിഗ്രിക്കും 12 ഡിഗ്രിക്കും ഈ സ്ഥലങ്ങളിൽ ഇവിടെ ആവാം, എവിടെ വേണമെങ്കിലും ആവാം. അതെവിടെയാണെന്ന് എങ്ങനെ പറയും? അപ്പോഴാണ് രേഖാംശം വരുന്നത്. എന്ത് വരുന്നത്? ലോഞ്ചിറ്റ്യൂഡ് വരുന്നത്. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡ് നമ്മൾ എന്ത് പറയും? ലാറ്റിറ്റ്യൂഡ് നമ്മൾ ഇക്വേറ്ററാണ് എടുത്തതെങ്കിൽ ലോഞ്ചിറ്റ്യൂഡ് നമ്മൾ എടുക്കാൻ പോകുന്നത് പ്രൈം മെറീഡിയൻ അല്ലെങ്കിൽ ഗ്രീൻവിച്ച് മെറീഡിയൻ എന്നൊക്കെ പറഞ്ഞത് ഇങ്ങനെ നെടുകെ പിളർക്കുന്ന. മറ്റേത് എർത്തിനെ വെർട്ടിക്കലി പിളർന്നെങ്കിൽ ഇത് മറ്റേത് ഹൊറിസോണ്ടലി പിളർന്നെങ്കിൽ ഇത് വെർട്ടിക്കലി പിളരുന്നതാണ്. അപ്പോൾ ഈ പ്രൈം മെറീഡിയൻ്റെ എന്താ പറഞ്ഞിരിക്കുന്നത്? കിഴക്കൻ രേഖാംശം 74 ഡിഗ്രി ഈസ്റ്റ്. അപ്പോൾ ഈ പ്രൈം മെറീഡിയൻ്റെ ഈ ലൈൻ ഉണ്ടല്ലോ, ഇതിൻ്റെ 74 ഡിഗ്രി 74 ഡിഗ്രി കണ്ടോ? 74 ഡിഗ്രി ഈസ്റ്റിനും ഏതാണ്ട് ഈ 80 ഡിഗ്രി ഈസ്റ്റിൻ്റെയും ഇടയ്ക്കാണ്, 77 ഡിഗ്രി ഈസ്റ്റിൻ്റെയും ഇടയ്ക്കായിട്ടാണ് കേരളം. അപ്പോൾ കറക്റ്റ് പിൻ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും വെച്ച് പറയുന്നതിൻ്റെ ഒരു ഇത് മനസ്സിലായല്ലോ. ലാറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ഇക്വേറ്ററിൻ്റെ ഏത് സൈഡിലാണ്, ലോഞ്ചിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈം മെറീഡിയൻ്റെ ഗ്രീൻവിച്ച് മെറീഡിയൻ്റെ ഏത് സൈഡിലാണ് എന്ന് പറയുമ്പോൾ കറക്റ്റ് ലൊക്കേറ്റായി. ഇതിൻ്റെ 8 ഡിഗ്രി നോർത്തിൽ, അതിൻ്റെ 75 ഡിഗ്രി കിഴക്ക് എന്ന് പറയുമ്പോൾ കറക്റ്റ് ഇവിടെ വന്നില്ലേ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ്. അപ്പോൾ ഇത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഇപ്പം നിങ്ങൾക്കൊരു മെൻ്റൽ ഇമേജ് വന്നില്ലേ. ഇനി ഈ ഒരു കാര്യം നിങ്ങൾക്ക് മൈൻഡിൽ നിൽക്കുമല്ലോ. ഏകദേശം വടക്കൻ അക്ഷാംശം എന്ന് പറഞ്ഞാൽ 8 ഡിഗ്രി ടു 12 ഡിഗ്രി നോർത്താണ്. കിഴക്കൻ രേഖാംശം എന്ന് പറഞ്ഞാൽ 74 ഡിഗ്രി ടു 77 ഡിഗ്രി ഈസ്റ്റാണ് എന്നുള്ളൊരു കാര്യം മൈൻഡിൽ നിൽക്കും. അപ്പോൾ അത് പറയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ലൊക്കേഷൻ. ഇനി നമ്മുടെ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ വിസ്തീർണം നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ ടോട്ടൽ ഏരിയയില്ലേ, ഇന്ത്യയുടെ ടോട്ടൽ ഏരിയയിൽ 1.18% മാത്രമേ ഉള്ളൂ കേരളം. ഇന്ത്യയിലേക്ക് മുഴുവനുള്ള ഏരിയയിൽ 1.18% മാത്രമാണ് കേരളം. വളരെ ചെറിയൊരു ഇതാണ്. എന്നാൽ ഇവിടെ വേറെ രസകരമായൊരു വസ്തുത കണ്ടോ. 2011 സെൻസസ് ഡാറ്റ അനുസരിച്ച് 2.76% ഓഫ് ഇന്ത്യാസ് ടോട്ടൽ പോപ്പുലേഷൻ ഈസ് ഇൻ കേരള. 2.76% ടോട്ടൽ പോപ്പുലേഷൻ്റെ 2.76% കേരളത്തിലാണ്. അത് ഭയങ്കര രസകരമായ വസ്തുതയല്ലേ. കാരണം എന്താ, ആകെ 1.8% ഉള്ള ചെറിയൊരു ലാൻഡിൽ പോപ്പുലേഷൻ്റെ 2% ഉണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ജനസാന്ദ്രത, പോപ്പുലേഷൻ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ കേരളത്തിൽ വളരെയധികം കൂടുതലാണ്. അതാണ് അപ്പോഴാണ് ഈ ഫിഗർ വരുന്നത്. ഈ 860 എന്ന് പറഞ്ഞ ഫിഗർ ഉണ്ടല്ലോ, അത് കേരളമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ട. നമ്മൾ 3.5 കോടി ജനങ്ങൾ കേരളത്തിലുണ്ടെന്നൊക്കെ പറയുന്ന പോലെ 860 എന്ന് പറഞ്ഞ ഫിഗർ നിങ്ങൾ കേരളമായിട്ട് മസ്റ്റായിട്ട്
ഓർത്തിരിക്കേണ്ട ഒരു ഫിഗറാണ്. കാരണം എന്താ, ഈ പറഞ്ഞിരിക്കുന്ന പോലെ കേരളാസ് പോപ്പുലേഷൻ ഡെൻസിറ്റി ഈസ് 860 പേഴ്സൺസ് പെർ സ്ക്വയർ കിലോമീറ്റർ. സ്ക്വയർ കിലോമീറ്റർ എന്ന് വെച്ചാൽ ഒരു ചതുരശ്ര കിലോമീറ്റർ അളവിൽ. ചതുരശ്ര കിലോമീറ്ററിൻ്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീടിൻ്റെ ഫ്രണ്ടിലോട്ട് ഇറങ്ങുക, മെയിൻ റോഡിലോട്ട്. എന്നിട്ട് നിങ്ങൾ വിചാരിക്കുക, നിങ്ങൾ റൈറ്റിലോട്ട് ഒരു കിലോമീറ്റർ നടന്നു, എന്നിട്ട് നിങ്ങൾ ലെഫ്റ്റിലോട്ട് ഒരു കിലോമീറ്റർ നടന്നു. എന്നിട്ട് പിന്നെയും നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ ലെഫ്റ്റിലോട്ട് 1 കിലോമീറ്റർ നടന്നു. പിന്നെ നിങ്ങൾ എന്ത് ചെയ്തു, റൈറ്റിലോട്ട് പിന്നെ നിങ്ങൾ ലെഫ്റ്റിലോട്ട് 1 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിങ്ങൾ തുടങ്ങിയ സ്ഥലത്ത് തന്നെ നിങ്ങൾ എത്തില്ലേ. അപ്പോൾ നിങ്ങൾ കവർ ചെയ്തില്ലേ. അപ്പോൾ നിങ്ങളൊരു സ്ക്വയർ പോലെയല്ലേ നടന്നത്, അല്ലേ? നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്ത് ചെയ്തു, നിങ്ങളെന്താ ലെഫ്റ്റിലോട്ട് 1 കിലോമീറ്റർ നടന്നു, അല്ലേ? പിന്നെ നിങ്ങൾ റൈറ്റിലോട്ട് 1 കിലോമീറ്റർ നടന്നു. പിന്നെ നിങ്ങൾ എന്ത് ചെയ്തു, ലെഫ്റ്റിലോട്ട് 1 കിലോമീറ്റർ നടന്നു. പിന്നെ നിങ്ങൾ എന്ത് ചെയ്തു, ലെഫ്റ്റിലോട്ട് നടന്നു. പിന്നെയും ലെഫ്റ്റിലോട്ട് 1 കിലോമീറ്റർ നടന്നു. അപ്പോൾ നിങ്ങളൊരു സ്ക്വയർ പോലെ നടന്നില്ലേ. ഈ സ്ക്വയറിൻ്റെ അകത്തുള്ള ഏരിയയിൽ എത്ര പേര് ജീവിക്കുന്നുണ്ട്? കേരളത്തിൽ 860 പേര് ജീവിക്കുന്നുണ്ട്. കേരളത്തിൽ എവിടെ പോയി നിങ്ങളൊരു സ്ക്വയറായിട്ട് നടന്നാൽ, കേരളത്തിൽ എവിടെ പോയി എന്നൊന്നുമുള്ളതല്ല, ജനറലായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ കാട്ടിനകത്ത് പോയിട്ട് നടന്നു കഴിഞ്ഞാൽ അത്രയും പേര് താമസിക്കുന്നൊന്നുമില്ലല്ലോ. ജനറലായിട്ട് കേരളത്തിൻ്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി 860 പേരാണ്. അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ പുറത്ത്, ഇപ്പോൾ ഞാൻ ഹൈദരാബാദിലും ചെന്നൈയിലും ഇടയ്ക്കിടയ്ക്ക് മാറി ഒക്കെ നിൽക്കാറുണ്ട് എൻ്റെ പല കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട്. അവിടെയുള്ള റോഡുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ തമിഴ്നാടിൻ്റെ ഉൾപ്രദേശങ്ങളിലോട്ടൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ, ഉൾപ്രദേശങ്ങളിൽ പോകണ്ട, മെയിൻ റോഡിലോ ആന്ധ്ര തെലങ്കാനയിലൊക്കെ മെയിൻ റോഡിലൊക്കെ ഉൾപ്രദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കണ്ണെത്താ ദൂരത്തോളം വെറുതെ ഇങ്ങനെ സ്ഥലങ്ങൾ കിടക്കുക. നിങ്ങളും പോകുന്നവരൊക്കെ കാണുന്നുണ്ടാവും. പക്ഷേ കേരളത്തിലോട്ട് വരുമ്പോൾ അതല്ല, നമ്മുടെ റോഡുകൾ ഭയങ്കര നാരോ ആണ്. കാരണം എന്താ, സ്ഥലമില്ല. ഉള്ള സ്ഥലങ്ങളിലൊക്കെ മുഴുവൻ ആൾക്കാർ താമസിക്കുക. അത്രയും തിങ്ങി ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ് കേരളം, അല്ലേ? അതുകൊണ്ട് ഡെൻസിറ്റിയുടെ കാര്യത്തിൽ വളരെ മുൻപന്തിയിലാണ് നമ്മൾ. ആ ഒരു ഫാക്റ്റും നിങ്ങൾ ഓർമ്മിക്കുക. 860 എന്ന് പറഞ്ഞ ആ ഒരു ഇതുണ്ടല്ലോ, ആ സംഖ്യ അത് ഓർക്കുക. ഈ 1 സ്ക്വയർ കിലോമീറ്ററിൽ 860 പേര് താമസിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. 1.18% ആണ് ടോട്ടൽ ഏരിയ. നോട്ട് ചെയ്തോളൂ. 2.76% ഓഫ് ടോട്ടൽ പോപ്പുലേഷൻ ഈ 1.18% ഏരിയയിലാണ് താമസിക്കുന്നത്. ഓക്കെ. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ, നെയ്ബേഴ്സ് ഓഫ് കേരള. നമ്മളുടെ ലൊക്കേഷനും അതിനകത്തുള്ള ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെക്കുറിച്ചും സംസാരിക്കണ്ടേ. അപ്പോൾ നമുക്കറിയുന്ന പോലെ കേരളത്തിൻ്റെ ചുറ്റും എന്താ, കേരളത്തിൻ്റെ പടിഞ്ഞാറ് സൈഡ് മുഴുവൻ കടലാണ്, അല്ലേ? അറേബ്യൻ സീ ആണ്. അറേബ്യൻ സീയുടെ ഇപ്പുറത്ത് ലക്ഷദ്വീപൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ട്. അറേബ്യൻ സിയുടെ റാണി അറബിക്കടലിൻ്റെ റാണി കൊച്ചി ഇവിടെയുണ്ട്, തിരുവനന്തപുരം ഇവിടെ ഉണ്ട്, കോഴിക്കോട് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ സൈഡ് മുഴുവൻ അറേബ്യൻ സീ ആണ്. ഇനി വടക്കോട്ട് പോയാൽ മംഗലാപുരം ഏരിയയാണ് കർണാടകയിൽ. അവിടുന്ന് ജസ്റ്റ് ഒരു കിഴക്കോട്ട് വന്നു കഴിഞ്ഞാലും എന്താണ്, ഈ പറഞ്ഞ പോലെ മൈസൂർ ജില്ല, മടിക്കേരി ജില്ല, കർണാടക തന്നെയാണ്. പിന്നെ വയനാട് വരുമ്പോഴും കർണാടകയാണ്. പിന്നെ ഇപ്പുറത്ത് ഇറങ്ങുമ്പോൾ തമിഴ്നാടാണ്. പിന്നെ തെക്ക് വശത്തും തമിഴ്നാടാണ്. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ നോർത്ത് ആൻഡ് നോർത്ത് ഈസ്റ്റ് എന്താ, കർണാടകയിലെ പ്രദേശങ്ങളാണ്, തമിഴ്നാട്ടിലെ പ്രദേശങ്ങളാണ്. സൗത്തിൽ തമിഴ്നാടാണ്. എന്താണ്, വെസ്റ്റ് സൈഡിൽ അറേബ്യൻ സീ ആണ്. അതിൽ തന്നെ ഈ പറഞ്ഞ പോലെ ഡിസ്ട്രിക്ട്സ് പറയുകയാണെങ്കിൽ, സൗത്ത് സൈഡിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കന്യാകുമാരി ഡിസ്ട്രിക്റ്റ്, അതുപോലെ തന്നെ അങ്ങനെ വരുമ്പോൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഈ പ്രദേശങ്ങളുണ്ടോ, ഈ മൗസ് പോയിൻ്റർ ശ്രദ്ധിക്കണം. തിരുനെൽവേലി, മധുരൈ, കോയമ്പത്തൂർ, നീൽഗിരി എന്ന് വരും. കർണാടക നമ്മൾ മൈസൂർ ഡിസ്ട്രിക്റ്റ്, മടിക്കേരി ഡിസ്ട്രിക്റ്റ്, അങ്ങനെയാണ് നമ്മൾ ബോർഡർ ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ മൊത്തത്തിലൊരു ബോർഡറിൻ്റെ ഒരു കോൺസെപ്റ്റ് അങ്ങനെയാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, കേരളത്തിലെ കുറച്ച് സ്പെഷ്യൽ ഡിസ്ട്രിക്ട്സ് ആണ്. ആ സ്പെഷ്യൽ ഡിസ്ട്രിക്ട്സിൻ്റെ ലിസ്റ്റിലുള്ള ജില്ലകളാണ് ആലപ്പുഴ, വയനാട്, കോട്ടയം, കോഴിക്കോട്. ഇതെന്തുകൊണ്ട് സ്പെഷ്യൽ ആവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ വയനാടിനെ മറന്നേക്ക്, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്. ആലപ്പുഴയും കോട്ടയവും കോഴിക്കോട്, ഈ 3 ജില്ലകളുണ്ടല്ലോ, ഇതാണ് എക്സ്ട്രീംലി കേരളത്തിൻ്റെ അകത്ത് മാത്രം കിടക്കുന്ന ജില്ല. അതായത് ഈ ജില്ലകൾക്ക് വേറെ ഒരു സംസ്ഥാനമായിട്ട് അതിർത്തിയില്ല. വേറെ എല്ലാ ജില്ലകൾക്കും തമിഴ്നാടുമായിട്ടോ കർണാടകയായിട്ടോ അതിർത്തിയുണ്ട്. അതാണ് ഇവരുടെ 3 പ്രത്യേകത. ആരുടെയൊക്കെ? ആലപ്പുഴയുടെയും കോട്ടയത്തിൻ്റെയും നമ്മുടെ കോഴിക്കോടിൻ്റെയും പ്രത്യേകത. വയനാടിൻ്റെ പ്രത്യേകത വളരെ യുണീക്കായിട്ടുള്ളൊരു പ്രത്യേകതയാണ്. വയനാടിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഈ ലൈനിൽ തന്നെ ഉണ്ട്. മനസ്സിലായല്ലോ? ട്രൈ ജംഗ്ഷൻ 3 കൂടെ സംഗമിക്കുന്നു. അതായത് കേരളവും കർണാടകയും തമിഴ്നാടും കൂടെ സംഗമിക്കുന്ന ഒരു പോയിന്റ്. അങ്ങനെയുള്ള ഒരേ ഒരു ജില്ല വയനാടാണ്.
ഓക്കെ, ആ പോയിന്റ് അറിയാലോ നിങ്ങൾക്ക്. നിങ്ങൾ വയനാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അറിയാം. അവിടെ നിന്ന് നമുക്ക് മൈസൂർ കയറി പോവാം. ആ ബന്ദിപ്പൂർ എന്ന് പറഞ്ഞ വനമേഖലയിലൂടെയാണ് നമ്മൾ പോകുന്നത്. കുറേ നാളുകൾക്ക് മുമ്പ് രാത്രി യാത്രാ നിരോധനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ എനിക്കും ഈ രണ്ട് സ്പെഷ്യൽ ഡിസ്ട്രിക്ട്സുള്ള ആലപ്പുഴയും വയനാടും വളരെ സ്പെഷ്യലായിട്ട് ഡിസ്ട്രിക്റ്റാണ്. കാരണം ആലപ്പുഴ ഒബ്വിയസ്ലി എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും സ്ഥലമാണ്, എൻ്റെ നേറ്റീവ് പ്ലേസാണ്. വയനാടെന്ന് പറഞ്ഞാൽ ഞാൻ ജനിച്ച് വളർന്ന് പഠിച്ചത് മുഴുവൻ വയനാടാണ്. എൻ്റെ കുട്ടിക്കാലം മുഴുവൻ ചിലവഴിച്ചത് വയനാട്ടിലാണ്. വയനാട് മുട്ടിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ. മുട്ടിലിനടുത്തുള്ളൊരു സ്ഥലത്താണ് ഉണ്ടായിരുന്നത്. മുട്ടിലിപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ, മുട്ടിൽ ഭയങ്കര ഫേമസ് ആയി. അപ്പോൾ പിന്നെന്താ, കൽപ്പറ്റയിലെ NSS ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. അവിടെയാണ് ഞാൻ എൻ്റെ LKG തൊട്ട് 9ാം ക്ലാസ് വരെ പഠിച്ചത്. അപ്പോൾ അവിടെയുള്ള ആരെങ്കിലോ അല്ലെങ്കിൽ NSS പഠിച്ച ആരെങ്കിലും ഒക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റിലൊന്ന് കണക്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ സ്പെഷ്യൽ ഡിസ്ട്രിക്ട്സ് ഓർമ്മയുണ്ടല്ലോ, ഏതൊക്കെയാണ്? ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, വയനാട്. അതിൽ വയനാടിൻ്റെ വേറൊരു പ്രത്യേകതയാണ്, കോഴിക്കോടിനും കോട്ടയത്തിനും ആലപ്പുഴയ്ക്കും കേരളത്തിനകത്ത് മാത്രമേ ഇരിക്കുന്നത്, വേറൊരു സംസ്ഥാനങ്ങളുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നില്ല എന്നുള്ള പ്രത്യേകതയാണ്. ഓക്കെ. അതെ, വേറൊരു പ്രധാനപ്പെട്ട ആളെ വിട്ടുപോയി. അതായത് ഇതൊക്കെ ഇവിടെ നടക്കുമ്പോഴും ഇവിടെ ഒരു കുഞ്ഞനാളിരിപ്പുണ്ട്, മാഹി അല്ലേ, മയ്യഴിപ്പുഴയുടെ തീരത്തുള്ള മയ്യഴിപ്പുഴയുടെ കഥാകാരനാരാ? M. മുകുന്ദൻ. അപ്പോൾ ഈ മാഹിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാഹിയുടെ ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് എപ്പോഴും പോണ്ടിച്ചേരി നിങ്ങൾക്ക് കാണാൻ പറ്റും മാഹിയുടെ മാപ്പിൽ. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മൾ ഫ്രഞ്ച് ട്രഡീഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം അത് ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് സ്പെഷ്യൽ കേസ് ഓഫ് മാഹി വിച്ച് ഈസ് ജോഗ്രഫിക്കലി സറൗണ്ടഡ് ബൈ കേരള ബട്ട് നോട്ട് എ പാർട്ട് ഓഫ് കേരള കംസ് അണ്ടർ ദ അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി ഓഫ് പുതുച്ചേരി യൂണിയൻ ടെറിട്ടറി. അതായത് കേരളത്തിൻ്റെ അകത്താണ് ജോഗ്രഫിക്കലി മാഹി വരുന്നത്. പക്ഷേ തമിഴ്നാട്ടിൽ ഈ പോണ്ടിച്ചേരി എന്ന് പറഞ്ഞ ഏരിയ, പോണ്ടിച്ചേരിയിൽ പോയിട്ടുണ്ടാവില്ല ആൾക്കാർ, ചെന്നൈയുടെ സൗത്ത് സൈഡിലാണ് പോണ്ടിച്ചേരി. ചെന്നൈയും എനിക്ക് സ്പെഷ്യലായിട്ടുള്ള ഏരിയയാണ്. എൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം തമിഴ്നാട്ടിലും ചെന്നൈയിലുമായിട്ടാണ് ചിലവഴിച്ചിട്ടുള്ളത്. ഓക്കെ, അതെന്തും വരട്ടെ, ജസ്റ്റ് ഒരു പേഴ്സണൽ കാര്യം ഷെയർ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഈ പോണ്ടിച്ചേരിയുടെ ഭരണ അധികാരത്തിലാണ് മാഹിയും വരുന്നത്. മനസ്സിലായോ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ പറയാം. കാരണം മാഹി ലൈസ് വിത്തിൻ കേരള ബട്ട് because it was a French colony that joined India later in 1954, it remained administratively linked with other former French territories under പുതുച്ചേരി. സിമ്പിളായിട്ട് അതാണ് കാര്യം. അതായത് നമ്മൾ ഇപ്പോൾ പോളിറ്റിയുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചപ്പോൾ, സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചപ്പോൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ സർദാർ വല്ലഭായ് പട്ടേൽ ഒരു സ്റ്റേറ്റ് റീഓർഗനൈസേഷനും പുള്ളിക്ക് അതിനകത്തുള്ളൊരു റോളിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ബ്രിട്ടനിൽ നിന്ന് നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ ഇന്ത്യൻ യൂണിയനിലോട്ട് കൊണ്ടുവന്നു, ഒരുപാട് പ്രിൻസ്ലി സ്റ്റേറ്റ്സിനെ ചേർത്തു. പക്ഷേ ഇവിടെ ബ്രിട്ടൻ വരുന്നതിന് മുമ്പ് ഡച്ച്, ഫ്രഞ്ച്, പോർച്ചുഗീസ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അവർ മുഴുവനായിട്ട് ബ്രിട്ടീഷുകാർ അവരെ നല്ല രീതിയിൽ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും പല കാര്യങ്ങളിലും അവർ മുഴുവനായിട്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് പോയിട്ടില്ലായിരുന്നു. അംഗങ്ങൾ സ്മോൾ പോക്കറ്റ്സ് പോലെ പല പല സ്ഥലങ്ങളിൽ അവർ അപ്പോഴും അവരുടെ ഭരണം നിലനിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള സ്ഥലങ്ങളായിരുന്നു മാഹി, പോണ്ടിച്ചേരി, ഗോവയൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടിയാണ് ഇന്ത്യൻ യൂണിയനിലോട്ട് ചേർത്തത്. അതിപ്പോൾ നമ്മൾ ഈ ഹിസ്റ്ററി പഠിക്കുമ്പോൾ നാഷണൽ ഇൻ്റഗ്രേഷൻ്റെ കാര്യം അല്ലെങ്കിൽ പോളിറ്റി തന്നെ വരും. ഗോവയുടെ അസെൻഷനൊക്കെ നമ്മൾ പട്ടാളത്തിനൊക്കെ ഇറക്കി കുറച്ച് പോർച്ചുഗീസുകാരുമായിട്ട് കുറച്ച് മൽപ്പിടുത്തത്തിൻ്റെ പുറത്താണ് നമ്മൾ ഗോവയൊക്കെ ഇന്ത്യൻ യൂണിയനിലോട്ട് ചേർത്തത്. അപ്പോൾ 1947 സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമ്മൾ ഇന്ത്യയിലോട്ട് വന്ന പോലെ മാഹി വന്നില്ല. കാരണം അവിടെ ഫ്രാൻസിൻ്റെ അധീനതയിലായിരുന്നു അപ്പോഴും മാഹി. അതുകൊണ്ട് തന്നെ 1954 എടുത്തു മാഹി ജോയിൻ ചെയ്യാൻ പുതുച്ചേരി മാഹിയായിട്ട്. അതുകൊണ്ടാണ് അന്ന് തൊട്ട് ആ ഒരു ട്രഡീഷൻ നിലനിർത്തിക്കൊണ്ട് അത് വേറൊരു കേന്ദ്രഭരണ പ്രദേശമായിട്ട് പുതുച്ചേരിയുടെ കീഴിൽ ഉള്ളത്. അവിടെ ഒരു മുനിസിപ്പൽ കൗൺസിൽ മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ആ ഒരു പ്രത്യേകത കേട്ടോ. അപ്പോൾ മാഹി എന്ന് പറഞ്ഞൊരു പ്രത്യേകതയും കേരളത്തിൻ്റെ അകത്ത് നിലനിൽക്കുന്നുണ്ട്. നിങ്ങളതിനെ പല സമയത്തും കേട്ടിട്ടുണ്ടോ. അപ്പോൾ മാഹിയിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും സാധനം വാങ്ങിച്ച് വരുമ്പോൾ പ്രത്യേക ചെക്കിംഗ് ഒക്കെ ഉണ്ടാകും. കാരണം ടാക്സിൻ്റെ ഒരു ഇൻ്റർസ്റ്റേറ്റ് ടാക്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബാധകമാണല്ലോ. ഓക്കെ, അതൊന്നും അല്ലാതെ ജോഗ്രഫിക്കലി നോക്കുകയാണെങ്കിൽ മാഹി കേരളത്തിൻ്റെ അതേ രീതിയുള്ളൊരു സ്ഥലമാണ്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം പറയുന്നത്, ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് റൂൾ ദ മയ്യഴി റിവർ വാസ് കോൾഡ് ദ ഇംഗ്ലീഷ് ചാനൽ ബിക്കോസ് ഇറ്റ് സെപ്പറേറ്റഡ് ദ ബ്രിട്ടീഷ് തലശ്ശേരി ആൻഡ് ഫ്രഞ്ച് റൂൾഡ് മാഹി. ഇത് വളരെ 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 ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം കേട്ടോ. കാരണം ഇതിന് ചരിത്രമായിട്ട് വേറൊരു ബന്ധം കൂടി ഉണ്ട്. അതെന്താ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് ചാനൽ എന്നൊക്കെ കേട്ടോ, ഇംഗ്ലീഷ് ചാനൽ നീന്തി കടന്നു എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ
നിങ്ങൾ ഒരുപാട് സഞ്ചാരത്തിലോ അല്ലെങ്കിൽ പല ഈ നമ്മൾ നേരെ യൂറോപ്പിലോട്ട് പോവാം, ഓക്കെ എത്തി. നമ്മൾ പല ഈ എന്താ പറയുക ഈ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ ഫ്രാൻസ് യൂറോപ്പ് എന്ന് പറഞ്ഞ ഭൂഖണ്ഡം ഇവിടെ ഇങ്ങനെ തീരുക, മനസ്സിലായോ? ഇവിടെ ഫ്രാൻസ്. അപ്പോൾ ഫ്രാൻസിനെ കൊണ്ട് ഇവിടെ തീരുന്നു. ഇവിടെ ഈ ഫ്രാൻസ് ആണല്ലോ. അപ്പോൾ ഇങ്ങോട്ടാണെങ്കിൽ എന്താ, ഇവിടെ ആണെങ്കിൽ യുണൈറ്റഡ് കിങ്ഡം ആണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിനും ഇടയ്ക്കുള്ള ഈ ചാല് പോലെ കിടക്കുന്ന ഈ ഒരു കടൽ പ്രദേശമാണ്. ഇതെന്ത് പറ്റി? കടൽ പ്രദേശമാണ്. കടലിൽ തൊട്ട പ്രശ്നമാണെന്ന് തോന്നുന്നു. കടൽ പ്രദേശമാണ് ഇംഗ്ലീഷ് ചാനൽ, അല്ലേ? ഇംഗ്ലീഷ് ചാനൽ നീന്തി കടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഇംഗ്ലീഷ് ചാനൽ പോലെ തന്നെ അതായത് ഫ്രാൻസിൻ്റെയും ബ്രിട്ടൻ്റെ ഇടയ്ക്കുള്ള ചാനലാണല്ലോ ഇംഗ്ലീഷ് ചാനൽ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ മാഹി റിവർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മയ്യഴിപ്പുഴയുടെ തീരത്താണ് മാഹി ഉള്ളത്. മയ്യഴിപ്പുഴയുടെ തീരത്താണ് മാഹി റിവർ. കണ്ടോ? മാഹി റിവർ ഈ പറഞ്ഞ പോലെ എന്താ വയനാടിൻ്റെയൊക്കെ ഒരു പടിഞ്ഞാറൻ സ്ലോപ്പുകളിൽ നിന്ന് ഉത്ഭവിച്ച് മാഹി കണ്ടോ 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 ഇതിൻ്റെ മാഹിയുടെ തീരത്തായിട്ടാണ്, മയ്യഴിപ്പുഴയുടെ തീരത്തായിട്ട് കിടക്കുകയാണ് എന്ത് മാഹി, അല്ലേ? കണ്ടോ? മാഹി എന്ന് എഴുതിയിരിക്കുന്ന തന്നെ ഗൂഗിൾ മാപ്പിൽ എഴുതിയിരിക്കുന്ന തന്നെ എല്ലാം തമിഴിലാണ്, അല്ലേ? എല്ലാം തമിഴിലാണ് എഴുതിയിരിക്കുന്നത്. കാരണം അതാ പുതുച്ചേരിയുടെ കീഴിലുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു മാഹിയെ ഇംഗ്ലീഷ് ചാനൽ എന്ന് വിളിച്ചിരുന്നു. കാരണം എന്താ ഇതിൻ്റെ വടക്കോട്ട് ബ്രിട്ടീഷ് കൺട്രോൾഡ് ആയിട്ടുള്ള തലശ്ശേരിയും തെക്കോട്ട് ഫ്രഞ്ച് കൺട്രോൾഡ് ആയിട്ടുള്ള മാഹിയും. അതുകൊണ്ട് യൂറോപ്പിൽ എങ്ങനെയാണോ ഇംഗ്ലീഷ് ചാനൽ ഫ്രാൻസിനെയും ബ്രിട്ടനെയും വേർതിരിച്ചിരുന്നത്, അതുപോലെ തന്നെ ഇന്ത്യയിലും ഒരു മിനിറ്റ് ഒന്ന് മാറ്റട്ടെ, ഇന്ത്യയിലും ഫ്രഞ്ച് കൺട്രോൾഡ് ആയിട്ടുള്ള മാഹിയെയും ബ്രിട്ടീഷ് കൺട്രോൾഡ് ആയിട്ടുള്ള തലശ്ശേരിയെയും ഡിവൈഡ് ചെയ്യുന്നത് മയ്യഴിപ്പുഴയായിരുന്നു. അപ്പോൾ ഈ ഒരു റിഫ്ലക്ഷൻ ഉള്ളതുകൊണ്ടാണ് അതിനെ ഇംഗ്ലീഷ് ചാനലെന്ന് മയ്യഴിപ്പുഴയെ വിളിച്ചിരുന്നത്. ഇതിൻ്റെ പല രസകരമായിട്ടുള്ള പ്രതിഫലനങ്ങൾ നമ്മൾ ഇന്ത്യയിലും കാണാറുണ്ട്. ഇപ്പോൾ കർണാട്ടിക് യുദ്ധങ്ങൾ ഉണ്ടല്ലോ. കർണാട്ടിക് യുദ്ധങ്ങൾ ഇന്ത്യയിൽ ബ്രിട്ടനും ഫ്രഞ്ചും തമ്മിൽ ചെയ്ത യുദ്ധമാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് 7 ഇയേഴ്സ് വാർ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ, യൂറോപ്പിൽ നടന്ന യുദ്ധം. അതിൻ്റെ ഒരു പ്രതിഫലനങ്ങളാണ് ഇന്ത്യയിൽ നടന്നത്. ഇന്ത്യയിൽ ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ നടന്നത്. അപ്പോൾ യുദ്ധത്തിൽ മാത്രമല്ല, നൊസ്റ്റാൾജിയ എവിടെയൊക്കെ കുത്തിത്തിരികാവോ അവിടെയൊക്കെ ഫ്രാൻസും ബ്രിട്ടനും കൂടെ ശരി ഒരു പുഴയുണ്ട് നമ്മുടെ നടുക്ക്, നമ്മുടെ ഇംഗ്ലീഷ് ചാനൽ പോലെ തന്നെ ഉണ്ട്, എന്നാൽ പിന്നെ അതിന് ഇംഗ്ലീഷ് ചാനൽ എന്ന് വിളിച്ചേക്കാം, അല്ലെങ്കിൽ നിങ്ങളും ഞാനും തമ്മിൽ പ്രശ്നമുണ്ട്, അത് നമ്മളിവിടെ യുദ്ധമായിട്ട് തീർക്കാം. അപ്പോൾ ഗൃഹാതുരത്വം അവർ തീർക്കുന്നത് ഇങ്ങനെയൊക്കെ ആയിരുന്നു. ജോക്സ് അപ്പാർട്ട്. അതുകൊണ്ട് മയ്യഴിപ്പുഴയെ ഇംഗ്ലീഷ് ചാനലെന്ന് വിളിച്ചിരുന്നു. ഓക്കെ. പിന്നെ കേരളത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ജോഗ്രഫിക്കൽ ഇതാണ് കേരളാസ് കോസ്റ്റ് ലൈൻ. കേരളത്തിൻ്റെ തീരപ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വസ്തുതയാണ്. കാരണം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൈതൃകം, കൾച്ചർ, ട്രേഡ്, ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം, ഇവിടുത്തെ ജനവിഭാഗങ്ങൾ ഒക്കെ ഉത്ഭവിച്ചത് ഈ ഒരു നീളൻ കോസ്റ്റ് ലൈനിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. നമുക്ക് ഗ്രീക്ക് റോമൻ ആൾക്കാരുമായിട്ടുണ്ടായിരുന്ന വ്യാപാര ഇടപാടുകൾ, അറേബ്യയുമായിട്ടുണ്ടായിരുന്ന വ്യാപാര ഇടപാടുകൾ, തന്മൂലം വന്ന സാംസ്കാരികമായ കൊടുക്കൽ വാങ്ങലുകൾ, അതിപ്പോൾ മതപരമായാലും ഇപ്പോൾ ഇസ്ലാമിൻ്റെയും ക്രിസ്ത്യാനിറ്റിയുടെയും വരവ്, മറ്റ് പല ഐഡിയോളജികളുടെയും വരവ്, അവർ വന്ന് അവിടെ നിന്നുള്ള അറിവ് ഇങ്ങോട്ട് തരിക, ഇവിടെ നിന്നുള്ള അറിവ് അങ്ങോട്ട് കൊടുക്കുക, അല്ലേ? ട്രേഡ്, അതിൻ്റെ ഒരു വിപുലീകരണം, അതിൻ്റെ ഭാഗമായിട്ട് സംസ്കാരങ്ങൾ വരിക, ആർക്കിടെക്ചറിൽ വരിക. അപ്പോൾ കോസ്റ്റൽ ലൈൻ എന്ന് പറഞ്ഞാൽ കേവലം ഒരു ഭൂപ്രദേശം എന്നുള്ളതിനേക്കാളും അതിന് ഇങ്ങനെയുള്ള കാര്യങ്ങളെ നിർണ്ണയിക്കുന്നതിൽ വളരെ വലിയ പങ്കുണ്ട്. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് കോസ്റ്റ് ലൈൻ, അല്ലേ? നമ്മൾ ചരിത്രത്തിലുടനീളം നോക്കിക്കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് മുന്നിട്ട് നിൽക്കുന്നത് എപ്പോഴും കടൽ പ്രദേശങ്ങളോട് അടുത്ത് നിൽക്കുന്ന പ്രദേശങ്ങളായിരിക്കും. കാരണം അവർക്കാണ് മറ്റുള്ള രാജ്യങ്ങളുമായിട്ടുള്ള എന്നുവെച്ചാൽ ഞാൻ ചരിത്രാതീത കാലത്തുള്ള കാര്യമാണ് പറയുന്നത്. കാരണം അന്ന് കപ്പൽ ആണല്ലോ മെയിൻ ഒരിത്, വിമാനം വഴിയുള്ള ഗതാഗതം ഇല്ലല്ലോ. ഓക്കെ. എന്തൊക്കെയാണെങ്കിലും കേരളത്തിൻ്റെ കോസ്റ്റ് ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒഫീഷ്യൽ രേഖകൾ അനുസരിച്ച് ഏതാണ്ട് 590 കിലോമീറ്ററിനും 600 കിലോമീറ്ററിനും ഇടയ്ക്കാണ് കേരളത്തിൻ്റെ തീരപ്രദേശത്തിൻ്റെ നീളം. 590നും 600ൻ്റെ ഇടയ്ക്കാണ്. സ്ട്രെച്ചസ് അറൗണ്ട് അറേബ്യൻ സീയുടെ തീരത്തായിട്ട്. പക്ഷേ വേറൊരു കാര്യം, PSC കുറിച്ച് എഴുതുമ്പോൾ ഞാൻ പോയി നോക്കിയപ്പോൾ PSCയുടെ ചോദ്യങ്ങൾ മിക്കതും കൊടുക്കുന്ന ഓപ്ഷൻ 580 മനസ്സിലായി. അതുകൊണ്ട് നിങ്ങൾ 580 എന്നുള്ള ഫിഗർ തന്നെ ഓർത്താൽ മതി. അതേസമയം 590, 600 നിങ്ങൾ ഓർത്ത് വെച്ചോ. കാരണം ഇനി നിങ്ങൾക്ക് തരുന്ന ഓപ്ഷനിൽ 580 ഇല്ല എന്നുണ്ടെങ്കിൽ 590നും 600നും ഇടയ്ക്കുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവുമല്ലോ.
അപ്പോൾ അത് എന്ന് വെച്ചാൽ 590-ന് 600-ന് ഇടയ്ക്കുള്ള ഓപ്ഷൻ, അല്ലെങ്കിൽ 580-നും 600-നും ഇടയ്ക്കുള്ള ഓപ്ഷൻ ഉണ്ടാവുമല്ലോ, അത് ക്ലിക്ക് ചെയ്താൽ മതി. എന്തായാലും കൺഫ്യൂഷൻ ആക്കിയിട്ടൊരു ഓപ്ഷൻ വരില്ല, മിക്കപ്പോഴും വരുന്ന 580 ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ 580 എന്നുള്ള ഫിഗർ തന്നെ, അതുകൊണ്ടാണ് ഞാൻ റെഡാക്കി വെച്ചിരിക്കുന്നത്. കേരളത്തിൻ്റെ തീരപ്രദേശത്തിൻ്റെ നീളം 580 എന്നുള്ള കാര്യം തന്നെ ഓർത്താൽ മതി. ഇവിടെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. ഇവിടെ ബ്രെഡ്ത്ത് ഓഫ് ദ സ്റ്റേറ്റ് ഞാൻ എഴുതിയിട്ടുണ്ട്. അതായത് തെറ്റല്ല, സോറി, എനിക്ക് വേറൊരു ഇതുമായിട്ട് കൺഫ്യൂഷൻ ആക്കി. ഓക്കെ, അപ്പോൾ അത് വിട്ടേക്കോ. 580 കിലോമീറ്ററാണ് കേരളത്തിൻ്റെ കോസ്റ്റ് ലൈൻ്റെ നീളം. ഇനി ബ്രെഡ്ത്ത് ഓഫ് ദ സ്റ്റേറ്റ് നമ്മളിപ്പോൾ പൊതുവേ അതേ ഈ സ്ട്രക്ചർ ഒന്ന് എടുത്ത് നോക്കിയാൽ, ഇത് ഞാൻ ഇൻട്രൊഡക്ഷനിൽ വെച്ചിരിക്കുന്ന മാപ്പായിട്ട്, ഇത് ഇച്ചിരി ആർട്ടിസ്റ്റിക് മാപ്പാണ്, അത് കാര്യമാക്കണ്ട, അതിനകത്ത് പ്രസക്തിയില്ല. ഈ വടക്ക് ഇങ്ങനെ വരുമ്പോൾ എന്താ, പതുക്കെ വിട്ട് ഇങ്ങനെ കൂടി വരും അല്ലേ, കൂടി വന്ന് ഈ നടുക്കെന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഈ ഇടുക്കിയുടെ തലയും എറണാകുളത്തിൻ്റെ ഈ ഇതും അല്ലെങ്കിൽ ആലപ്പുഴയുടെ വടക്കൻ ഭാഗമൊക്കെ വരുന്ന ഭാഗം വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വിട്ടുള്ളത്. പിന്നെയും തെക്കോട്ട് പോകുമ്പോൾ അത് പതുക്കെ കുറഞ്ഞൊരു മുനമ്പ് പോലെ വരികയാണ്. അതാണ് എക്സ്ട്രീം നോർത്ത് ആൻഡ് സൗത്ത്. ഏറ്റവും കൂടുതൽ നോർത്തിലും സൗത്തിലും എന്താ വിട്ട് വളരെ കുറവാണ് കേരളത്തിന്. അത് ഏതാണ്ട് 32 കിലോമീറ്റേഴ്സാണ്. അത് നിങ്ങൾ ഓർത്ത് വെച്ചോ, 32 കിലോമീറ്റേഴ്സാണ്. അതേസമയം മിഡിലിലോ, ഏറ്റവും മിഡിലിൽ എന്താ 120 കിലോമീറ്ററാണ്. ഏറ്റവും മിഡിലിൽ 120 കിലോമീറ്ററാണ്. അപ്പോൾ അതും നിങ്ങൾ ഒന്ന് ഓർത്ത് വയ്ക്കുക. നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഒരു ജോഗ്രഫിക്കലായിട്ടുള്ളൊരു എക്സ്പാൻഷന് നമ്മളതിന് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഇനി ജനസംഖ്യ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞു 1.18% മാത്രം ഭൂമിയുള്ള സ്ഥലത്ത് ഏതാണ്ട് 2% ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ് കേരളം. നമ്മൾ നേരത്തെ പോയി ഓർക്കണേ, കേരളത്തിൻ്റെ ഡെൻസിറ്റി 860 തോന്നല്ലേ നമ്മൾ പറഞ്ഞത്. 860 കണ്ടോ, 860 ഒരു സ്ക്വയർ കിലോമീറ്ററിൽ ആൾക്കാർ കേരളത്തിൽ ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ജനസാന്ദ്രത കൂടിയ ഒരു സംസ്ഥാനമാണ്. 2011 സെൻസസ് അനുസരിച്ച് 3.38 മില്യൺ, അതായത് ഏതാണ്ട് 3.5 കോടിയുടെ അടുത്ത് ഇപ്പോൾ വന്നു. പക്ഷേ അവസാനത്തെ സെൻസസ് അനുസരിച്ച് 3,38,00,000 ആൾക്കാരാണ് ഉണ്ടായിരുന്നത്. അതിൽ 1,24,87,981 പുരുഷന്മാരും 1,29,15,256 സ്ത്രീകളാണ് കുറച്ച് കൂടുതൽ. അതാണ് സെക്സ് റേഷ്യോയിൽ സ്ത്രീകൾ കൂടുതലുള്ള സംസ്ഥാനമാണല്ലോ കേരളം. അതുപോലെ തന്നെ 13th മോസ്റ്റ് പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് ആണ്. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ എടുത്ത് നോക്കുമ്പോൾ 13ാമത്തെ സ്ഥാനമാണ് കേരളത്തിന് ഉള്ളത്. ഓക്കെ, ഇനിയാണ് നമ്മൾ പതുക്കെ ഓരോന്നിലായിട്ട് ഇങ്ങനെ പതുക്കെ സ്പെസിഫിക് ആയിട്ട് ഇറങ്ങാൻ പോവുക ഓരോ സെക്ഷൻ അനുസരിച്ച്. അപ്പോൾ നമ്മൾ ഓരോ സെക്ഷൻ അനുസരിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ക്ലീഷ ഇൻഫർമേഷനാണിത്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കേരളത്തിനെ 3 വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലേ. അതിൽ ഹൈലാൻഡ്സ്, ലോ ലാൻഡ്സ്, കോസ്റ്റൽ പ്ലെയിൻസ് എന്നിങ്ങനെ 3 വിഭാഗങ്ങളായിട്ട് കേരളത്തിനെ തിരിച്ചിട്ടുണ്ട്. മലനാട്, ഇടനാട്, തീരപ്രദേശം. ഇതിൽ ഞാൻ എന്തിനാ ഇവിടെ ഒരു ട്രയാങ്കിൾ കൊണ്ടുവച്ചിരിക്കുന്നത് എനിക്കൊരു സംശയം തോന്നും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയാൻ ഈ ട്രയാങ്കിൾ ഉപകരിക്കും. അതായത് കേരളത്തിനെ നിങ്ങൾ ഒരു ടേബിളിലെടുത്ത് വെച്ചു എന്ന് വിചാരിക്കും. എന്നിട്ട് നിങ്ങൾ ടേബിളിൻ്റെ സൈഡിൽ പോയി നിന്നിട്ട് ഇങ്ങനെ കുനിഞ്ഞു നിന്ന് നമ്മൾ ആ കേരളത്തിലോട്ട് നോക്കുമ്പോൾ കേരളം ഏകദേശം ഇതുപോലെ ആയിരിക്കും. എന്ന് വെച്ചാൽ മുഴുവനായിട്ട് ഇങ്ങനെയല്ല കേട്ടോ, ഇതിനകത്ത് വ്യത്യാസങ്ങൾ വരും. പക്ഷേ ഏറെക്കുറെ ആവറേജ് ഇങ്ങനെ, അതായത് ഇവിടെ മലനാട്, ഇവിടെ ഇടനാട്, ഇവിടെ തീരപ്രദേശം. അതായത് ഒരു ചെരിവ് പോലെയാണ് കേരളം. സഹ്യൻ്റെ മടിത്തട്ടിൽ എന്നൊക്കെ ഞങ്ങൾക്ക് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ സഹ്യൻ്റെ മടിത്തട്ടിൽ എന്നൊരു പാഠമൊക്കെ ഉണ്ടായിരുന്നു. കാരണം സഹ്യപർവ്വതമാണല്ലോ ഈ മലനാടിൻ്റെ വെസ്റ്റേൺ ഗട്ട്സ്. അതിൻ്റെ മടിത്തട്ടിൽ, അതിൻ്റെ മടി ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്ന ഈ മടിത്തട്ടിൽ ഒരു ഫ്ലാറ്റായിട്ടല്ല, നമ്മളങ്ങനെ ഒരു മടിത്തട്ടിലാണ് കിടക്കുന്നത്. മനസ്സിലായില്ലേ? ഈ ഒരു ഷേപ്പ് നമ്മുടെ കേരളത്തിനുള്ളതുകൊണ്ട് തന്നെയാണ് നമുക്ക് 44 നദികളും അതിൽ കൂടുതലും ഭൂരിഭാഗം ഇവിടെ നിന്ന് മേളിൽ നിന്ന് താഴോട്ട്, അതായത് ജോഗ്രഫിക്കൽ ടേംസിൽ പറഞ്ഞാൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് അറേബ്യൻ സീലോട്ട് ഒഴുകുന്ന ഈ ഒരു ചെരിവുള്ളതുകൊണ്ടാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ ആക്ച്വലി ആ ഒരു ചെരിവാണ് മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ സഹ്യപർവ്വതത്തിൻ്റെ ചെരിവാണ് കേരളം. ഓക്കെ, ആ ചെരിവിന് ഇച്ചിരി നീളം കൂടുതലുള്ളതുകൊണ്ട് നമ്മളൊരു സംസ്ഥാനമായിട്ട് രൂപപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഒരു പിക്ചർ നിങ്ങളുടെ മനസ്സിലുണ്ടാണ്. ഹൈലാൻഡ്സ്, ലോലാൻഡ്സ്, കോസ്റ്റൽ പ്ലെയിൻസ്. കോസ്റ്റൽ പ്ലെയിനിൽ നമ്മൾ പോകുമ്പോൾ കയറുന്നു, അവിടെ നിന്ന് വരുമ്പോൾ ഇറങ്ങുന്നു. ഇതാണ് ഈസ്റ്റ് വെസ്റ്റ് എക്സ്പാൻഷൻ. കേരളത്തിൻ്റെ കിഴക്ക് പടിഞ്ഞാറൻ ഒരു ഭൂവിതരണം ഇങ്ങനെയാണ് കേരളത്തിൽ ഉള്ളത്. അപ്പോൾ ഈ ഓരോ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് ഈ 3 സ്ഥലങ്ങളിലെ മണ്ണ്, ആ മണ്ണിൻ്റെ കോമ്പോസിഷൻ,
ആ മണ്ണിൻ്റെ ഘടകങ്ങൾ, അതിൻ്റെ രാസ സ്വഭാവം, അത് കാരണം തന്നെ അതിനകത്ത് കൃഷി ചെയ്യാൻ പറ്റുന്ന വിളകളുടെ രീതികൾ, ഇതിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അതൊക്കെയാണ് നമ്മൾക്ക് ഈ ഫിസിക്കൽ ജോഗ്രഫി പഠിക്കുമ്പോഴുള്ള ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. അതല്ലാതെ തന്നെ കുറേ ഭാഗങ്ങൾ ഉയർന്നു നിൽക്കുന്നതുകൊണ്ടും കുറേ ഭാഗങ്ങൾ താഴ്ന്നു നിൽക്കുന്നതുകൊണ്ടും മൺസൂണിൻ്റെ വരവ്, മേഘങ്ങളെ തടഞ്ഞു നിർത്തുന്നത്, ക്ലൈമറ്റ് ഉണ്ടാകുന്നത്, അല്ലേ, ചൂട് എങ്ങനെയാണ് വരുന്നത്, ഇതിങ്ങനെ കേരളം മുഴുവൻ ഇങ്ങനെയല്ല. ഞാൻ പറഞ്ഞു പാലക്കാടത്തും ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അല്ലേ? അപ്പോൾ അതിലൂടെ കാറ്റ് വരുമ്പോൾ അതിനനുസരിച്ച് മാറ്റം ഉണ്ടാകുന്നത്, അത് കേരളത്തിലെ ചൂടിനെ എങ്ങനെ എന്താ പറയുക ആകർഷിക്കുന്നു, അല്ല ക്ഷമിക്കണം, അതെങ്ങനെ കേരളത്തിലെ ചൂടിനെയും മറ്റുള്ള കാലാവസ്ഥയും വ്യതിയാനങ്ങളെയും നിർണ്ണയിക്കുന്നു എന്നുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ പഠനം വളരെ ഇമ്പോർട്ടൻ്റ് ആവുന്നത്. മനസ്സിലായോ? ഇപ്പം ഞാൻ പറഞ്ഞത് വളരെ നാമമാത്രമായിട്ടുള്ള ഫാക്ടേഴ്സാണ്. അത് അല്ലാതെ ഒരുപാട് ഫാക്ടേഴ്സ് വേറെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഹൈലാൻഡ്സ്, ലോലാൻഡ്സ്, കോസ്റ്റൽ പ്ലെയിൻ, മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നുള്ളതിനകത്തോട്ട് കുറച്ചുകൂടെ ഡീപ്പായിട്ട് വരാം. അപ്പോൾ ഡീപ്പായിട്ട് വരുമ്പോൾ നമ്മൾ കോസ്റ്റൽ പ്ലെയിനിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. കോസ്റ്റൽ പ്ലെയിനിൽ തുടങ്ങാൻ കാരണം പൊതുവേ എല്ലാവരും വെസ്റ്റേൺ ഗട്ട്സിൽ നിന്ന് തുടങ്ങി അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ വെസ്റ്റേൺ ഗട്ട്സിന് നമുക്ക് വരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ഈ ക്ലാസ് നമുക്ക് വളരെ ഒരു ഇൻട്രൊഡക്ടറി ക്ലാസ് ആയതുകൊണ്ട് ഞാൻ വളരെ ചെറിയ രീതിയിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ രീതിയിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഷോർട്ടായിട്ടൊരു ക്ലാസ് ആയിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നിങ്ങൾ ഒരുപാട് മടുപ്പിക്കാനൊന്നുമില്ല. അപ്പോൾ വെസ്റ്റേൺ ഗട്ട്സിൻ്റെ സഹ്യപർവ്വതത്തിനെ കുറിച്ചൊക്കെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കണം. അതിലും നമുക്ക് അത്രത്തോളം സമയം വേണം, ഡീപ്പായിട്ടൊരു ക്ലാസ് വേണം. അത് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കേരളത്തിൻ്റെ തീരപ്രദേശത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ ക്ലാസ് ആരംഭിക്കാം. അപ്പോൾ അതിനകത്തുള്ള പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഡാറ്റ ഞാൻ പറഞ്ഞു. ഇത് ഈ ടേബിൾ കണ്ടോ, ഈ ടേബിൾ കേരളത്തിൻ്റെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എടുത്ത ഞാൻ ഒഫീഷ്യലായിട്ട് എടുത്ത ഡാറ്റയാണ്. ഇതനുസരിച്ച് എന്താ ടോട്ടൽ കാണിക്കുന്നുണ്ടോ, 590 കിലോമീറ്ററാണ്. കണ്ടോ, ടോട്ടൽ 590 കിലോമീറ്ററാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ PSC കണക്കിൽ PSC ചോദിക്കുമ്പോൾ 580 എന്നുള്ള ഫിഗർ നിങ്ങൾ ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ ആ കാര്യം ഫിക്സ്ഡ് ആണ്, അതിനകത്തൊരു തർക്കമൊന്നുമില്ല. ഇപ്പോൾ ഇത് എടുത്തതിനൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കൂ, ടോട്ടൽ ലെങ്ത്തിൽ ഏറ്റവും കൂടുതൽ തീരപ്രദേശമുള്ളത് ആർക്കാണ്? ഇത് 82 കിലോമീറ്റർ, 14% ആലപ്പുഴയ്ക്കാണ്. ആലപ്പുഴയ്ക്കാണ് ഏറ്റവും കൂടുതൽ തീരപ്രദേശം ഉള്ളത്, അല്ലേ? ആലപ്പുഴ കഴിഞ്ഞാൽ പിന്നെ ആരാണ് വരുന്നത്? 13% തിരുവനന്തപുരത്താണ്. അപ്പോൾ 2ാം സ്ഥാനത്ത് വരുന്നത് തിരുവനന്തപുരമാണ്. പിന്നെ 3ാം സ്ഥാനത്ത് 2 പേര് വരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആരൊക്കെയാണ്? അല്ലല്ല, ക്ഷമിക്കണം. ഏറ്റവും കൂടുതൽ വരുന്ന 2 ജില്ലകൾക്കുണ്ട്. ഒന്ന് ആലപ്പുഴയും കണ്ണൂരും. ആലപ്പുഴയ്ക്കും കണ്ണൂരിനും എന്താണ് 14% ഉണ്ടല്ലേ? ആലപ്പുഴയ്ക്കും കണ്ണൂരിനും 14% വീതമുണ്ട്. അതിൽ തന്നെ കറക്റ്റാണ്, എക്സാക്റ്റാണ്. ആലപ്പുഴയ്ക്കും കണ്ണൂരിനും 82 കിലോമീറ്റർ വീതം. കറക്റ്റായിട്ട് കൊടുത്തിരിക്കുന്ന പോലെ കൊടുത്തിരിക്കുന്നത്. ആലപ്പുഴയ്ക്കും കണ്ണൂരിനും 82 കിലോമീറ്റർ വീതം തീരപ്രദേശമുണ്ട്. 2ാം സ്ഥാനം വരുന്നത് 13% തിരുവനന്തപുരത്തിനാണ്. 13% തിരുവനന്തപുരത്തിനാണ്. പിന്നെ വരുന്ന ഏതാ? 13% എന്ന് വെച്ചാൽ 78. ആലപ്പുഴയ്ക്കും എറണാകുളത്തിനും കണ്ണൂരിനും 82. 2ാം സ്ഥാനം വരുന്ന തിരുവനന്തപുരം 78 കിലോമീറ്റർ. 3ാം സ്ഥാനം വരുന്നത് എന്താണ്? കോഴിക്കോട് 71 കിലോമീറ്റർ. മലപ്പുറം ശതമാനക്കണക്കിൽ കോഴിക്കോട് മലപ്പുറം ഒന്നാണെങ്കിൽ 71-70 വളരെ ചെറിയ വ്യത്യാസമാണ്. അപ്പോൾ ആലപ്പുഴയും കണ്ണൂരും ഫസ്റ്റ്, തിരുവനന്തപുരം സെക്കൻഡ്, കോഴിക്കോട് മലപ്പുറം സബ്സീക്വൻറ്റ് സ്ഥാനങ്ങളിൽ. അത് നിങ്ങൾ ഓർക്കുക. ഏറ്റവും കുറവ് വരുന്ന ആർക്കാ? ഏറ്റവും കുറവ് ഇവിടെ കാണിക്കുന്നത് ഏതാ? 6%, അല്ലേ? അതാർക്കാ? 37 കിലോമീറ്റർ മാത്രം, കൊല്ലത്തിനാണ്. അപ്പോൾ ഏറ്റവും കുറവ് തീരപ്രദേശം വരുന്ന കൊല്ലം, ഏറ്റവും കൂടുതൽ ആലപ്പുഴയും കണ്ണൂരും. അത് ഈ ടേബിളിൽ നിന്നുള്ള ഡാറ്റ നിങ്ങൾ ഓർക്കണം. പറഞ്ഞ പോലെ 580 കിലോമീറ്ററാണ്. അപ്പോൾ നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ്. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത മാത്രമല്ല, കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെയും സമ്പദ് വ്യവസ്ഥയുടെ സ്പെല്ലിംഗ് തെറ്റാ, ക്ഷമിക്കണം. സമ്പദ് വ്യവസ്ഥയുടെയും സാംസ്കാരിക പൈതൃകത്തെയും രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഒന്നാണ് കേരളത്തിൻ്റെ തീരപ്രദേശം. ഇപ്പോൾ വൈദേശിക സംസർഗം മൂലം ഉണ്ടായ കൊടുക്കൽ വാങ്ങലുകളൊക്കെ തന്നെ കേരളത്തിൻ്റെ നീളൻ തീരപ്രദേശം സംഭാവന ചെയ്തതാണ്. പിന്നെ അതെ, മീൻ സീ ലെവൽ എന്ന് വെച്ചാൽ സമുദ്രനിരപ്പ്. ഒരു ആവറേജ് ആയിട്ടുള്ള കടലിൻ്റെ നിരപ്പുണ്ടല്ലോ, കടലിൻ്റെ നിരപ്പിൽ നിന്നും കേരളത്തിൻ്റെ കോസ്റ്റൽ പ്ലെയിൻ്റെ ഉയരം എന്ന് പറഞ്ഞാൽ മാക്സിമം 8 മീറ്ററാണ്. ഓക്കെ, മാക്സിമം മീൻ സീ ലെവലിൽ നിന്ന് ഉള്ള ഉയരം എന്ന് പറഞ്ഞാൽ 8 മീറ്ററാണ് കേരളത്തിൻ്റെ കോസ്റ്റൽ ഏരിയയുടെ ഉയരം. അതാണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 എന്നുള്ള രീതിയിൽ ഞാൻ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ ഓർക്കണം. 8 തന്നെയല്ലേ? 8 തന്നെയാണ്.
8 തന്നെയാണ്. അപ്പോൾ 8 മീറ്ററാണ്. അപ്പോൾ 8 മീറ്റർ ഏറ്റവും കൂടിയ ഉയരം 8 മീറ്റർ ആവാം, 7 മീറ്റർ ആവാം, 6 മീറ്റർ ആവാം, അങ്ങനെ വരാം. പിന്നെ എന്താ, കോസ്റ്റൽ സോൺ കവേഴ്സ് ഓൾമോസ്റ്റ് 15% ഓഫ് ദ സ്റ്റേറ്റ്സ് ടോട്ടൽ ഏരിയ. അതായത് സംസ്ഥാനത്തിൻ്റെ 15% ഏരിയ, ഭൂപ്രദേശം ഇതിലാണ് വരുന്നത്, കോസ്റ്റൽ സോണിലാണ് വരുന്നത്. എന്ന് വെച്ചാൽ ഒരുപാടില്ല, 15%-ഓളമാണ് കോസ്റ്റൽ സോണിൽ വരുന്നത്. അതും നിങ്ങൾ ഓർക്കുക. ഓക്കെ. പിന്നെ വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ കടലിൻ്റെ തീരത്ത് കിടക്കുന്ന ഒരു ഭൂപ്രദേശം എന്നുള്ളത് മാത്രമല്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് പാരലലി നമ്മൾ എടുത്ത് നോക്കിയാൽ അത് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ ഇങ്ങനെ ഒരുപാട് ഇത് കണ്ടോ, ഈ ചിത്രത്തിൽ കാണുന്നുണ്ടോ, ഇങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ വാട്ടർ ബോഡീസും കനാലുകളും മാൻമെയ്ഡും നാച്ചുറലും ആയിട്ടുള്ള ഒരുപാട് ചെറിയ ചെറിയ ജലപാതകളും ഒക്കെ ഉൾപ്പെടുന്ന ഒരു സിസ്റ്റമാണ് ഈ കോസ്റ്റൽ പ്ലെയിൻ. ആ കടൽ മാത്രമല്ല. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ കാണിച്ചിരിക്കുന്ന നാഷണൽ വാട്ടർവേ 3 ആണ്, കൊല്ലം കോട്ടപ്പുറം നാഷണൽ വാട്ടർവേ 3 ആണ്. ഇതിനകത്ത് ഞാൻ കാണിച്ചിരിക്കുന്ന കനോലി കനാലാണ്, അതൊരു മാൻമെയ്ഡാണ് അല്ലേ. കനോലി കനാലാണ് അത് 19-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ്, കോഴിക്കോടും മലപ്പുറവും തമ്മിലുള്ളൊരു പാത. അപ്പോൾ ഇങ്ങനെയുള്ള പാതകളുടെയൊക്കെ ഒരു എന്താണ് ഒരു കൂട്ടായ ഒരു നെറ്റ്വർക്കാണ് ഈ കോസ്റ്റൽ പ്രദേശം. അതായത് കായൽസ്, കനാൽസ്, മാൻമെയ്ഡ് നാച്ചുറൽ വാട്ടർവേസ്, ഇതിൻ്റെയൊക്കെ ഒരു കൂട്ടായ ഒരു നെറ്റ്വർക്കാണ് തീരപ്രദേശം. അതിൽ നമ്മൾ പ്രധാനമായിട്ടും തീരപ്രദേശത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ കുറച്ച് അതിപുരാതന കാലം, ഒരു പ്രാചീന കാലത്തിലോട്ട് പോകേണ്ടതുണ്ട്. കാരണം എന്താണ്, ഈ എങ്ങനെയാണിത്, ഏത് തരത്തിലുള്ള ജോഗ്രഫിക്കൽ ഫിനോമിനൻസ്, ഭൂമിശാസ്ത്രപരമായ പ്രതിഭാസങ്ങൾ കൊണ്ടാണ് ഇത് രൂപപ്പെട്ടത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ തീരപ്രദേശത്തിൻ്റെ രൂപീകരണം അല്ലെങ്കിൽ ഫോർമേഷൻ ഓഫ് ദ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറഞ്ഞ് നമ്മൾ ചിന്തിക്കുമ്പോൾ ഹോളോസീൻ പീരീഡ്, ഹോളോസീൻ കാലഘട്ടം, അതായത് ഏതാണ്ട് 10,000 വർഷങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നടന്ന 3 പ്രക്രിയകളുടെ അടിസ്ഥാനത്തിലാണ് ഈ കേരളത്തിൻ്റെ തീരപ്രദേശം ഉണ്ടായി വന്നിരിക്കുന്നത്. ആ 3 പ്രക്രിയ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ട്രാൻസ്ഗ്രഷൻ, റിഗ്രഷൻ, ഫ്ലൂവിയോമറൈൻ പ്രോസസ്സ്. കടൽ കയറ്റം, കടലിറക്കം, ഫ്ലൂവിയൽ അവശിഷ്ട പ്രക്രിയകൾ. ഒന്നുമില്ല, സിമ്പിളായിട്ട് പറയാം. അതായത് വല്ലാണ്ട് കടൽ കയറി വരുന്നു, കുറേ നാളുകളുടെ ഇൻ്റർവെല്ലാണ് കേട്ടോ സംഭവിക്കുന്നത്. വല്ലാണ്ട് കടൽ ഇറങ്ങിപ്പോകുന്നു. ഈ പ്രക്രിയ തുടർന്നും ഇങ്ങനെ തുടർച്ചയായി നടക്കുമ്പോൾ ഒരുപാട് മണ്ണും അവശിഷ്ടങ്ങളും കടൽ കൊണ്ടുവരികയും പിന്നെ എടുത്തുകൊണ്ട് പോവുകയും പിന്നെയും കൊണ്ടുവരികയും പിന്നെ എടുത്തുകൊണ്ട് പോവുകയും സംഭവിക്കുന്നു. ഇതിൻ്റെ കൂടെ തന്നെ എന്തും സംഭവിക്കുന്നു, ഫ്ലൂവിയൽ അവശിഷ്ട പ്രക്രിയകൾ, ഫ്ലൂവിയോ മറൈൻ പ്രോസസ്സ്. അതായത് പശ്ചിമഘട്ടത്തിൽ നിന്നുള്ള നദികളിലെ ആ നദികൾ അവിടുന്ന് കൊണ്ടുവരുന്ന കുറേ വർഷങ്ങളുടെ പ്രക്രിയയിൽ എന്താ നടക്കുന്ന, ഉരുൾപൊട്ടലും അങ്ങനെയുള്ള ഒരുപാട് നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്ന ഡെപ്പോസിറ്റുകൾ, നിക്ഷേപങ്ങൾ, അല്ലൂവിയൽ നിക്ഷേപങ്ങൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ ഓരോ നിക്ഷേപങ്ങൾ, ഈ ഫ്ലൂവിയൽ നിക്ഷേപങ്ങൾ നദികൾ കൊണ്ടുവരുന്നു. അപ്പോൾ ഒരു സൈഡിൽ കടൽ ഇറങ്ങുന്നു, കടൽ കയറുന്നു, അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഭൂമിയിൽ മാറ്റങ്ങൾ വരുന്നു. ഒരു സൈഡിൽ ഈ ഒഴുകി വരുന്ന നദികൾ കൊണ്ടുവരുന്ന ഡെപ്പോസിറ്റ്, അതിലെ ചെളിയും മണ്ണും മറ്റും പദാർത്ഥങ്ങളും ഒക്കെ കൊണ്ടുവരുന്ന ഡെപ്പോസിറ്റുകളും, ഇങ്ങനെ നടക്കുന്ന തുടർച്ചയായിട്ടൊരു പ്രക്രിയയുടെ ഒരുപാട് നാളത്തെ ഒരു കൾമിനേഷൻ, അതിൻ്റെ ഒരു എൻഡായിട്ട് രൂപപ്പെട്ട ഒരു തീരപ്രദേശമാണ് കേരളത്തിൻ്റെ തീരപ്രദേശം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ അതിനെ സംബന്ധിച്ച് ഓർക്കണം. ട്രാൻസ്ഗ്രഷൻ എന്ന് വെച്ചാൽ കടൽ കയറ്റം, റിഗ്രഷൻ എന്ന് വെച്ചാൽ കടലിറക്കം, ഫ്ലൂവിയോ മറൈൻ പ്രോസസ്സ്, ഫ്ലൂവിയൽ അവശിഷ്ട പ്രക്രിയകൾ, നദികൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിൻ്റെ 3ൻ്റെയും ഒരു സമ്മിശ്ര ഫലമായിട്ടാണ് തീരപ്രദേശം ഉയർന്നു വന്നതെന്നുള്ളത് നിങ്ങൾ ഓർക്കണം. ഓക്കെ. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വന്ന കേരളത്തിൻ്റെ തീരപ്രദേശത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ട്രെച്ചാണ് നമ്മുടെ കൊടുങ്ങല്ലൂർ തൊട്ട് ഏതാണ്ട് കൊല്ലത്തിൻ്റെ വടക്ക് ഭാഗം, കായംകുളം തടാകം വരെയുള്ള ഈ ഒരു പ്രദേശം കണ്ടോ. ഈ ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ട് ഉയർന്നു വന്ന ഒരു സ്ഥലമാണ്. ഒരു കോസ്റ്റൽ സ്ട്രെച്ചാണ്, ഏറ്റവും വൈഡായിട്ടുള്ള, എന്ന് വെച്ചാൽ വിസ്തൃതിയിൽ ഏറ്റവും കൂടുതൽ ഇവിടെയാണ് കണ്ടോ. ഇത്രയും ഒരു വിസ്തൃതിയുണ്ട്, വേറെയുള്ള തീരപ്രദേശങ്ങൾക്ക് അത്രയും വിസ്തൃതിയില്ല. ആ തീരപ്രദേശത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട്, ഈ മാപ്പിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ ഒരുപാട് ചെറിയ കൈവഴികളും വാട്ടർ ബോഡീസും തണ്ണീർത്തടങ്ങളും, ഒരുപാട് വേമ്പനാട് ലേക്ക്, മൊത്തം ഒരു ഒരുപാട് വാട്ടർ ബോഡീസിൻ്റെ ഒരു നെറ്റ്വർക്ക് നമുക്കിവിടെ കാണാം അല്ലേ. അപ്പോൾ അങ്ങനെയൊരു പ്രത്യേക ഒരു സ്ട്രെച്ചാണിത്, ഒരു ഭൂപ്രദേശമാണ് ഈ പറഞ്ഞ പ്രക്രിയയുടെ ഭാഗമായിട്ട് ഉണ്ടായി വന്ന. അപ്പോൾ ഇതിനെ തന്നെ നമ്മൾ പ്രധാനമായിട്ട് 2ആയിട്ട് തരംതിരിക്കും.
അപ്പോൾ കൊച്ചി സെൻറ്ററായിട്ട് നമ്മൾ വെക്കും. കൊച്ചി സെൻറ്ററായിട്ട് വെച്ചിട്ട് അതിന് തെക്കോട്ടുള്ള ഭാഗം, അതിനെ കൊച്ചി കായംകുളം ആലപ്പി കൊച്ചി, കണ്ടോ തെക്കോട്ടുള്ള ഭാഗം എവിടുന്നാണ് തുടങ്ങുന്നത്? കായംകുളം ആലപ്പി കൊച്ചി എന്നുള്ളത് ഒരു ഭാഗം, ഫസ്റ്റ് ഭാഗം. പിന്നെ കൊച്ചി തൊട്ട് കൊടുങ്ങല്ലൂർ വരെയുള്ള അടുത്ത ഭാഗം എന്നിങ്ങനെ 2 സെക്ടറായിട്ടും നമ്മൾ പറയും. അപ്പോൾ ഈ 2 സെക്ടറുകളുടെ ഒരു ക്ലാസിഫിക്കേഷൻ നിങ്ങൾ മൈൻഡിൽ വെക്കണം. അതിൽ തന്നെ നമുക്ക് കായംകുളം ആലപ്പി കൊച്ചിൻ സെക്ടറിനെ കുറിച്ച് സംസാരിക്കാം. കായംകുളവും ആലപ്പുഴയും കൊച്ചിയും ഉൾപ്പെടുന്ന ഒരു പ്രദേശം, ഒരു പ്രദേശത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം എന്താ? വൺ ഓഫ് ദ ഏറ്റവും വലിയൊരു പ്രത്യേകത നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, വൺ ഓഫ് ദ മോസ്റ്റ് പ്രൊമിനൻറ്റ് ഫീച്ചേഴ്സ് ഇൻ ദിസ് സെക്ടർ ഈസ് ദ ലീനിയർ ലാൻഡ് ലോക്ക്ഡ് ലേക്സ് ഇൻക്ലൂഡിംഗ് ദ വേമ്പനാട് ലേക്ക് വിച്ച് ഈസ് ദ ലോങ്ങസ്റ്റ് ലേക്ക് ഇൻ ഇന്ത്യ ആൻഡ് ദ ലാർജസ്റ്റ് സ്റ്റേറ്റ് ഇൻ ദ കേരള. ഞാൻ നേരത്തെ ഈ ചിത്രത്തിൽ കാണിച്ച പോലെ ലീനിയറായിട്ട് ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള, അതായത് നേർരേഖയിൽ കിടക്കുന്ന ഒരുപാട് തടാകങ്ങളുണ്ട്, കൊച്ചു തടാകങ്ങളും വാട്ടർ ബോഡീസും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അല്ലേ. ലാൻഡ് ലോക്ക്ഡ് എന്ന് വെച്ചാൽ ലാൻഡ് ചുറ്റും ലാൻഡായിട്ട് ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരുപാട് വാട്ടർ ബോഡീസ് ഉണ്ട്. അതിലേറ്റവും പ്രമുഖനാണ് ആര്? വേമ്പനാട് ലേക്ക്. ആ വേമ്പനാട് ലേക്കിൻ്റെ പ്രത്യേകത എന്താ? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ലേക്കാണ് വേമ്പനാട് ലേക്ക്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ, അതാണത് ആ മെഷറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, 96 കിലോമീറ്റർ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടി എന്ന് പറയുമ്പോൾ 96 കിലോമീറ്ററാണ് വേമ്പനാട് ലേക്ക്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലുതും 2000 സ്ക്വയർ കിലോമീറ്റർ പരപ്പളവിൽ പരന്ന് കിടക്കുന്നതുമാണെന്ത്? വേമ്പനാട് ലേക്ക്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയത് 96 കിലോമീറ്റർ, കേരളത്തിലെ ഏറ്റവും വിസ്തൃതിയുള്ളത് അതുകൊണ്ട് 2000 സ്ക്വയർ കിലോമീറ്റർ പരന്ന് കിടക്കുന്നതാണ് വേമ്പനാട് ലേക്ക്. പിന്നെ ഇത് ഇന്ത്യയിലെ മറ്റു ഒരു ഇതും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ചില്ലിക്ക ലേക്ക്, ഒഡീഷയിലുള്ള ചില്ലിക്ക ലേക്കും മഹാരാഷ്ട്രയിലുള്ള ശിവജി സാഗർ ലേക്കുമാണ് 2ാമതും 3ാമതും സ്ഥാനത്ത് ഉള്ളത് ഇന്ത്യയിലെ നീളം കൂടിയ ലേക്കുകളുടെ പട്ടികയിൽ. വേമ്പനാടിനെ പിന്തുടർന്നുകൊണ്ട്. വേമ്പനാടാണ് നീളം കൂടിയതും വലിപ്പം കൂടിയതും. അതുപോലെ തന്നെ വേറൊരു കാര്യം വേമ്പനാട് ലേക്കിനെ കുറിച്ച് പറയാനാണെങ്കിൽ, എനിക്കൊന്ന് 2002 തോന്നുന്നു, 2002 ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നത്, 2002 ഓഗസ്റ്റ് 19 റാംസർ സൈറ്റായിട്ട് വേമ്പനാട് കോൾ എന്ന് പറഞ്ഞ റീജിയനെ റാംസർ സൈറ്റായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. കുറേ പേർക്ക് അറിയായിരിക്കും റാംസർ സൈറ്റ് എന്താണെന്ന്. റാംസർ സൈറ്റ് എന്ന് പറഞ്ഞാൽ റാംസർ കൺവെൻഷൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്തുള്ള സംരക്ഷിക്കപ്പെടേണ്ട തണ്ണീർത്തടങ്ങൾ, വാട്ടർ ബോഡീസിൻ്റെ ഒരു ലിസ്റ്റുണ്ട്. അതാണ് റാംസർ സൈറ്റ്. അങ്ങനെ 2002 ഒരു റാംസർ സൈറ്റായിട്ട് വേമ്പനാട് കോൾ റീജിയൻ റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനെ റാംസർ കൺവെൻഷൻ എന്ന് വിളിക്കാൻ കാരണം 1971 ഇറാനിലെ റാംസറിൽ വെച്ചിട്ടാണ് ആ ഒരു കൺവെൻഷൻ നടന്നത്, ഒരു ഇൻ്റർനാഷണൽ കൺവെൻഷൻ നടന്നത്. ഓക്കെ, അപ്പോൾ അതൊരു ഇൻഫർമേഷനായിട്ട് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ വേമ്പനാട് കായലിനെ കുറിച്ച് പ്രധാനമായിട്ടും പറയുമ്പോൾ ഈ 3 ജില്ലകൾ, ആലപ്പുഴ, എറണാകുളം, കോട്ടയം, ഈ 3 ജില്ലകളെ തഴുകിക്കൊണ്ടാണ് വേമ്പനാട് കായലുള്ളത്. അതിനെ പുന്നമട കായലെന്നും ആലപ്പുഴയിലും കൊച്ചി കായലെന്നും കൊച്ചിയിലും വിളിക്കപ്പെടുന്നുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട അതിൻ്റെ പോഷക നദികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ മെയിൻ ട്രിബ്യൂട്ടറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേമ്പനാട് ലേക്കിൻ്റെത് മീനച്ചിൽ, അച്ചൻകോവിൽ, പമ്പ, മണിമല, മൂവാറ്റുപുഴ, പെരിയാർ. ഇത് നിങ്ങൾ വായിച്ചു നോക്കിയത്. മെയിൻ ട്രിബ്യൂട്ടറീസ് ഓഫ് വേമ്പനാട് ലേക്ക് ആർ മീനച്ചിൽ, അച്ചൻകോവിൽ, പമ്പ ആൻഡ് മണിമല റിവേഴ്സ്. ബിസൈഡ്സ് ദിസ് മൂവാറ്റുപുഴ റിവറും പെരിയാറും വേമ്പനാടിനെ ഫീഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി, മാപ്പ് MMP എന്ന് ഓർക്കുക. മാപ്പ് MMP, 2 Pയിൽ അവസാനിക്കുന്നു, 2 Mൽ തുടങ്ങുന്നു. മാപ്പും MMPയും. വേമ്പനാട് ലേക്ക്, മാപ്പ്, MMP. അപ്പോൾ എന്താ മീനച്ചിൽ, അച്ചൻകോവിൽ, പമ്പ, മണിമല, മൂവാറ്റുപുഴ, പെരിയാർ. Pയിൽ തുടങ്ങുന്ന 2 ഉള്ളൂ, പമ്പയും പെരിയാറും. ഇങ്ങനെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഓർത്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തലയിലത് ഇരിക്കും. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ മാപ്പിൽ കാണുന്നുണ്ടോ, നമ്മൾ കേട്ടിട്ടുണ്ട് ലോവർ കുട്ടനാട്, അപ്പർ കുട്ടനാട്, അതുപോലെ തന്നെ പല പല കരികളായിട്ട് തിരിച്ചിട്ടുണ്ട് കുട്ടനാട് റീജിയന്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോവർ കുട്ടനാട് എന്ന് പറയുമ്പോൾ സമുദ്രനിരപ്പിന് താഴെയുള്ള ഏരിയ അല്ലേ, അതുകൊണ്ടാണ് നെതർലൻഡ്സ് എന്നൊക്കെ വിളിക്കുന്നത്. കാരണം സമുദ്രനിരപ്പിനും താഴെയുള്ള കേരളത്തിലെ ഒരു റീജിയനാണ് വേമ്പനാട് ലേക്ക്. ഓൾമോസ്റ്റ് കുട്ടനാട് റീജിയൻ 763.23 സ്ക്വയർ കിലോമീറ്റർ ഏരിയ ഓഫ് ദിസ് ലേക്ക് ലൈസ് ലോവർ ദാൻ 1 മീറ്റർ ഫ്രം ദ സീ ലെവൽ. ഏതാണ്ട് 763.23 സ്ക്വയർ കിലോമീറ്റർ വരുന്ന ഭാഗം ഈ ഒരു റീജിയൻ്റെ സമുദ്രനിരപ്പിൽ നിന്നും 1 മീറ്റർ താഴെയാണുള്ളത്. മനസ്സിലായോ? 1 മീറ്റർ താഴെയാണുള്ളത്. അതുകൊണ്ടാണ് കുട്ടനാട്ടിലെ പല സ്ഥലങ്ങളിലും ഉപ്പുവെള്ളം കയറുന്ന ഒരു ഇഷ്യൂ ഉണ്ട്. കാരണം സമുദ്രനിരപ്പിൻ്റെയും താഴെ എന്ന് പറയുമ്പോൾ സമുദ്രത്തിൽ നിന്ന് കുട്ടനാട്ടിലോട്ട് വെള്ളം
കയറും, ഉപ്പ് വെള്ളം കയറും, സലൈൻ വാട്ടർ കയറും അല്ലേ? അപ്പോൾ സലൈൻ വാട്ടർ കയറുമ്പോൾ എന്ത് പറ്റും? കൃഷിക്ക് ബുദ്ധിമുട്ടാവും. ആ ഒരു കാര്യം മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തുള്ളത്, തണ്ണീർമുക്കം ബണ്ടെന്ന് പറഞ്ഞൊരു സംവിധാനമുള്ളത്. അതിൻ്റെ ഷട്ടർ തുറക്കുക, ഷട്ടർ അടയ്ക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേലിയേറ്റത്തിനും വേലിയിറക്കത്തിനും കടൽ കയറുന്നതിനൊക്കെ അനുസരിച്ച് അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അത് ഇതിൻ്റെ ഒരു കോൺസിക്വൻസ് ആണ്. ഈ കുട്ടനാട് റീജിയനിലെ ലോവർ കുട്ടനാട് റീജിയൻ എസ്പെഷ്യലി സമുദ്രനിരപ്പിൽ നിന്ന് 1 മീറ്റർ താഴെ കിടക്കുന്നതിൻ്റെ കോൺസിക്വൻസ് ആണത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു കാര്യം നിങ്ങൾ മൈൻഡിൽ വെക്കേണ്ടത് ഇതുണ്ടോ, പുറക്കാട് കരി, വൈക്കം കരി, ഒരുപാട് സ്ഥലങ്ങളെ കരി എന്ന് പറഞ്ഞ ഒരു വാക്കുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അത് നിങ്ങൾ മൈൻഡിൽ വെച്ചാൽ മതി. അതിൻ്റെ കാരണം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് ഇപ്പോൾ കുട്ടനാട്ടിലാണെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് കാണുന്ന കുട്ടനാട്ടിൽ നിന്നുള്ള ആൾക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആലപ്പുഴ എന്നുള്ള അതിന് പരിസര പ്രദേശത്തു നിന്നുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം രാമങ്കരി, ചേന്നങ്കരി, കൈനകരി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കരിയുള്ള പ്രദേശങ്ങൾ കുട്ടനാടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. അതിൻ്റെ കാരണം ഇപ്പോൾ വരുന്ന പോർഷൻസിൽ പറയാം. അപ്പോൾ ഇത് നിങ്ങൾ ഓർത്ത് വയ്ക്കണം. അതുപോലെ തന്നെ ഈ റീജിയനെ വേമ്പനാട് കോൾ എന്നാണ് വിളിച്ചിരുന്നത്. റാംസർ സൈറ്റ് ഓഗസ്റ്റ് 19, 2002 റെക്കഗ്നൈസ് ചെയ്തത്. അതുപോലെ തന്നെ ഇതിലുള്ള പ്രധാനപ്പെട്ട ദ്വീപുകളാണ് ചെറിയ ദ്വീപുകളാണ് പാതിരാമണൽ, പള്ളിപ്പുറം, പെരുമ്പളം. അതും PPP എന്ന് ഓർത്താൽ മതി. മറ്റേത് മാപ്പ് MMP നമ്മൾ ഓർത്ത പോലെ PPP, പാതിരാമണൽ, പള്ളിപ്പുറം, പെരുമ്പളം. ഓക്കെ, കാര്യം ക്ലിയർ ആയല്ലോ. അടുത്തത് ഇപ്പോൾ കരി എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഞാനിപ്പോൾ പറഞ്ഞുതരാം. എക്സ്റ്റെൻസീവ് പ്രസൻസ് ഓഫ് കരിപ്പാടം ഇതാ നമുക്ക് വായിച്ചിട്ട് പറയാം. ദ പ്രസൻസ് ഓഫ് കരിപ്പാടംസ്, ചാർക്കോൾ ഫീൽഡ്സ് അറൌണ്ട് കുമരകം ആൻഡ് വൈക്കം where carbonized wood has been radiocarbon dated at around 750 years BP is a peculiarity of this region. അതായത് മനസ്സിലായോ? അതായത് ഈ വൈക്കം കുമരകം എവിടെ വൈക്കം കുമരകം പോലെയുള്ള റീജിയൻസിൽ ഏതാണ്ട് 7050 വർഷങ്ങൾക്ക് മുമ്പുള്ള കാർബണൈസ്ഡ് ആയിട്ടുള്ള തടികൾ അത് റേഡിയോ കാർബൺ ഡേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോളോസീൻ പീരീഡിൽ നമ്മളെന്ത് പറഞ്ഞു? ഹോളോസീൻ പീരീഡിൽ എന്ത് നടന്നു നമ്മൾ പറഞ്ഞേ? പോയോ അത്? ഹോളോസീൻ പീരീഡിൽ കടൽ കയറ്റവും കടലിറക്കവും നടന്നെന്ന് പറഞ്ഞില്ലേ 10,000 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ഈ കരിന്ന് ഇന്ന് പറഞ്ഞ് കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അന്ന് ഒരുപാട് വനമായിരുന്നു. മരങ്ങളും എല്ലാം തിങ്ങി നിറഞ്ഞു കിടക്കുന്ന വനമായിരുന്നു. അപ്പോൾ ഈ കടൽ കയറ്റവും കടലിറക്കത്തിൻ്റെയൊക്കെ മഹാപ്രളയങ്ങളും ഒക്കെ സംഭവിച്ച് ഈ മരങ്ങളൊക്കെ മണ്ണിൽ അടിഞ്ഞുപോയി. കുറേ വർഷങ്ങളായി അടിഞ്ഞു പോകുമ്പോൾ എന്താ സംഭവിക്കുക? അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറിലോട്ട് കാർബൺ വന്ന് അത് കരിയായിട്ട് രൂപപ്പെടും. ഒന്നില്ലെങ്കിൽ ഒരു വസ്തു എന്താവണം? കത്തിക്കരിയാവണം, അല്ലെങ്കിൽ അത് അഴുകിക്കരിയാവണം. എങ്ങനെ പോയാലും അത് കാർബണിലോട്ട് തന്നെ തിരിച്ചു വരും. കാർബണാണ് ബേസിക് ആയിട്ടുള്ളൊരു എലമെൻ്റ് എന്ന് നമ്മൾ പറയും. നമുക്കത് കെമിസ്ട്രി പഠിക്കുമ്പോൾ കൂടുതൽ പഠിക്കാം. പക്ഷേ കത്തിക്കരിഞ്ഞാലും അഴുകിക്കരിഞ്ഞാലും കാർബണിലോട്ട് മാറും, ചാരമായിട്ട് മാറും. അതാണ് പറഞ്ഞത്, കരിപ്പാടം, ചാർക്കോൾ ഫീൽഡ്സ്, കരിപ്പാടമായിട്ട് എല്ലാം മാറി. ഈ കരിപ്പാടമായി വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഏരിയയിലുള്ള പല സ്ഥലങ്ങൾക്കും ഈ കരി എന്നുള്ള പേര് വന്നിട്ടുള്ളത്. അതാണ് വൈക്കം കരി എന്നുള്ള അതിൻ്റെ ചരിത്രാതീതമായ കാലം തൊട്ടുള്ളൊരു കാരണം അതാണ് നമുക്ക് പറയാം. അതിന് പ്രാദേശികമായിട്ട് ഒരുപാട് ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ടാവും ഓരോ സ്ഥലങ്ങൾക്ക് പേര് വരുന്നതിന്. പക്ഷേ സയൻറ്റിഫിക്കായിട്ട് നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ ഇതിന് ഈ കരിയുമായിട്ട് നിങ്ങൾ ബന്ധിപ്പിക്കേണ്ടത് ഇങ്ങനെയാണ്. ഹോളോസീൻ പീരീഡിലെ കടൽ കയറ്റവും കടലിറക്കത്തിൻ്റെയും ഭാഗമായിട്ട് ഈ പറഞ്ഞ ഭാഗങ്ങളിലൊക്കെ വൈക്കം കുമരകം ഭാഗങ്ങളിൽ, വൈക്കം കുമരകം മാത്രമല്ല കേരളത്തിൻ്റെ ത്രൂ ഔട്ട് ഉണ്ടാവും. പക്ഷേ ഈ ഏരിയയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഈ ഒരു റീജിയൻ ഇങ്ങനെ ഇവിടെ ഒരു മണ്ണിൻ്റെ ഘടന ഇങ്ങനെ ഉയർന്നു വന്നതും കേരളത്തിൻ്റെ നെല്ലറയായിട്ട് കുട്ടനാട് ഉയർന്നു വന്നതും. കാരണം മണ്ണിൻ്റെ ഘടന കൃഷിക്ക് അനുയോജ്യമായ രീതിയിൽ ഉയർന്നു വരാൻ കാരണം ഈ പ്രത്യേക സാഹചര്യമാണ്. ഈ പ്രത്യേക ഭൗമ പ്രക്രിയ അവിടെ നടന്നതുകൊണ്ടാണ്. അങ്ങനെ മരങ്ങളും കാടുകളും മറ്റ് പ്രകൃതിദത്തമായ വസ്തുക്കളും കടലിനടിയിൽ വെള്ളത്തിനടിയിൽ പോയി അത് ഒരുപാട് വർഷങ്ങളുടെ പ്രക്രിയ എടുത്ത് ചാർക്കോൾ കരി പോലെ ആയതുകൊണ്ടാണ് അതിനെ കരിപ്പാടങ്ങളെന്ന് വിളിക്കുന്നത്. ചാർക്കോൾ ഫീൽഡ്സ് എന്നതിനെ വിളിക്കാൻ കാരണം 7050 വർഷങ്ങൾക്ക് മുമ്പ് റേഡിയോ കാർബൺ ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഇത് വായിച്ചു നോക്കിയാൽ കരിപ്പാടംസ് ആർ ഏൻഷ്യൻ ഫോറസ്റ്റ് റിമെയിൻസ് ബറീഡ് അണ്ടർ ദ സോയിൽ നിയർ കുമരകം ആൻഡ് വൈക്കം. ദ ബേൺ വുഡ് ഫൗണ്ട് ദർ ഈസ് അബൌട്ട്, ബേൺഡ് എന്ന് ഉദ്ദേശിക്കുന്ന കത്തി എന്നല്ല കേട്ടോ, അഴുകിയെന്നാണ്. അബൌട്ട് 7050 years old, പ്രൂവിങ് ദാറ്റ് ദീസ് ഏരിയാസ് വർ വൺസ് ഫോറസ്റ്റ് ബിഫോർ ദ ടേൺ ഇൻ ടു ബാക്ക് വാട്ടേഴ്സ് ആൻഡ് വെറ്റ്ലാൻഡ്സ്. ബാക്ക് വാട്ടേഴ്സും വെറ്റ്ലാൻഡ്സുമായിട്ട് തീരുന്നതിന് മുമ്പ് അവ ഫോറസ്റ്റുകളായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണത്. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇനി നമ്മൾ
അടുത്ത സെക്ഷനിലോട്ട് പോവുക. കൊച്ചിൻ കൊടുങ്ങല്ലൂർ സെക്ടർ. ഞാൻ പറഞ്ഞല്ലോ കായംകുളം, ആലപ്പി, കൊച്ചിൻ സെക്ടർ. ഇനി കൊച്ചിയിൽ നിന്ന് വടക്കോട്ട്, കൊച്ചിയിൽ നിന്ന് കൊടുങ്ങല്ലൂർ വരെ. കൊടുങ്ങല്ലൂർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, മുസിരിപ്പട്ടണം, പഴയ മുസിരിപ്പട്ടണം, മച്ചിലിപ്പട്ടണം എന്നൊക്കെ, മച്ചിലിപ്പട്ടണം അല്ല സോറി, മുസിരിപ്പട്ടണം എന്നൊക്കെ വിളിക്കുന്നതാണ് കൊടുങ്ങല്ലൂർ. പഴയ തുറമുഖമാണ്. മുസിരിസ് എന്ന് പറഞ്ഞ സൈറ്റുണ്ട് അവിടെ. പട്ടണം എന്ന് പറഞ്ഞ സ്ഥലത്ത് എക്സ്കവേഷൻ നടക്കുന്നുണ്ട്, ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ്. അതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പഠിക്കാം. പക്ഷേ അതെന്തുകൊണ്ടാണ് ഇവിടെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നോക്കിയേ, കമ്പയർഡ് ടു ദ അതർ സെക്ടർ ദിസ് റീജിയൻ ഫേസ്ഡ് ലെസ് ലെവൽസ് ഓഫ് ഇറോഷൻ വിച്ച് മെയ്ഡ് ദ സ്റ്റഡി ഓഫ് ഹിസ്റ്ററി ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് ദിസ് കോസ്റ്റ് ഈസി എന്നുണ്ട്. അതായത് പറയുന്നത് സിമ്പിളാണ്. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ സെക്ടറില്ലേ, ആ സെക്ടറിൽ എന്ത് നടന്നെന്നാണ് പറഞ്ഞേ, തുടർച്ചയായ നിരന്തരമായ കടൽ കയറ്റവും കടലിറക്കവും കാരണം എന്ത് സംഭവിച്ചു, ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചു. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ, അവിടെ റേഡിയോ കാർബൺ ഡേറ്റ് ചെയ്യുന്നതിന് നമുക്കൊരു പരിധിയുണ്ട് അല്ലേ, കാരണം മിക്കതും അഴുകിപ്പോയി. പക്ഷേ ആ ഒരു ഏരിയ, അതായത് കായംകുളം, ആലപ്പി, കൊച്ചിൻ സെക്ടറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ഏരിയ, കൊച്ചിക്കും മുസിരിസിനും ഇടയ്ക്കുള്ള ഈ ഏരിയ, കൊച്ചിക്കും കൊടുങ്ങല്ലൂരിനും ഇടയ്ക്കുള്ള ഏരിയ വളരെ കുറച്ച് ഇറോഷൻ മാത്രമേ, വളരെ കുറച്ച് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾക്ക് മാത്രമേ വിധേയമായിട്ടുള്ളൂ. അതുകൊണ്ട് എന്താ, ഇവിടെയുള്ള ചരിത്രം പഠിക്കുന്നത് കുറച്ചുകൂടെ എളുപ്പമാണ്. അവിടെ അത്രയും നാശനഷ്ടം എന്ന് ഉദ്ദേശിച്ചത് അത്രയും മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താ, പട്ടണം എക്സ്കവേഷനിലൊക്കെ അത്തരം സൈറ്റുകളിൽ നിന്ന് ഓരോ ആർക്കിയോളജിക്കൽ എവിഡൻസ് കിട്ടാനുള്ള സാഹചര്യം നമ്മളുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കണം. കായംകുളം, ആലപ്പുഴ, കൊച്ചിൻ സെക്ടറിൽ പട്ടണം പോലെയുള്ള ഇതൊന്നും ഇല്ലല്ലോ. പക്ഷേ എന്താ, കൊച്ചിൻ കൊടുങ്ങല്ലൂർ സെക്ടറിൽ പട്ടണം പോലൊരു ആർക്കിയോളജിക്കൽ സൈറ്റ് ഉണ്ട്. അതിൻ്റെ കാരണം അവിടെ മറ്റേ സെക്ടറിൽ വന്ന പോലെ അത്രയും വലിയൊരു ജിയോളജിക്കലായിട്ടുള്ള പ്രോസസ്സുകളോ മാറ്റങ്ങളോ ഇറോഷനോ ഒന്നും വന്നിട്ടില്ല. ഈ ഫാക്ടർ നിങ്ങൾ മൈൻഡിൽ വെച്ചാൽ മതി. ഓക്കെ, വന്നിട്ടില്ല. ഇനി ഇതിനെക്കുറിച്ച് പറയുമ്പോൾ, മോർഫോമെട്രിക് ക്യാരക്ടറിസ്റ്റിക്സ് ഷോ ട്രാൻസിഷൻ ഫ്രം ലോലാൻഡ് ടു ദ കോസ്റ്റൽ പ്ലെയിൻസ് ഫ്രം 30 to 60 meter MSL, മീഡിയം സീ ലെവൽ ടു 0 to 30 meter MSL. ഒന്നുമില്ല. മറ്റേ സെക്ടറിനെ വെച്ച് അപേക്ഷിക്കും. മറ്റേ സെക്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ആലപ്പുഴ എടുത്തു കഴിഞ്ഞാൽ വൈക്കം അല്ലെങ്കിൽ ആ ഭാഗം വരെ പരന്ന് തന്നെ കിടക്കുന്നതാണ്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചി കൊടുങ്ങല്ലൂർ സെക്ടറിൽ കുറച്ച് ഭാഗം ഇടനാടിൻ്റെ ഫീച്ചേഴ്സ് കാണിക്കുകയും പതുക്കെ കോസ്റ്റലിലോട്ട് ഇറങ്ങുന്നത്, അതായത് ഇടനാടിൻ്റെ ഫീച്ചർ കാണിക്കുന്ന സ്ഥലങ്ങളൊക്കെ 30-60 മീറ്റർ എബോവ് സീ ലെവലും പതുക്കെ കോസ്റ്റലിലോട്ട് ഇറങ്ങുമ്പോൾ 0 to 30 meter പോലെയാണ്. അതാണ് പറയുന്നത്. ഏരിയാസ് ഈസ്റ്റ് ടു കൊച്ചിൻ ആൻഡ് ആലുവ ഹാസ് ഓൾഡ് ആൻഡ് വെതേർഡ് ലാൻഡ് മാസ്. അതായത് കൊച്ചിക്കും ആലുവയ്ക്കും കിഴക്കുള്ള ഭാഗങ്ങളുണ്ടല്ലോ, പതുക്കെ, അതായത് നമ്മൾ പതുക്കെ കയറി പോകുന്ന ഭാഗങ്ങൾ, ഉയരം കൂടുന്ന ഭാഗങ്ങൾ, ആ ഭാഗങ്ങൾ കുറച്ചുകൂടെ പഴക്കവും കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. കാരണം എന്താ, അവിടെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇറോഷൻ അധികം സംഭവിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു വസ്തുതയാണ്. മനസ്സിലായോ? ആ കടൽ കയറ്റം കടലിറക്കം അത്രയും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് കാണുന്നത്. ഏർലിയർ റിവേഴ്സ് ഹിയർ ഹാഡ് എ ഡെൻഡ്രൈറ്റിക് പാറ്റേൺ ലൈക്ക് ട്രീ ബ്രാഞ്ചസ്. ഒന്നുമില്ല, ആ സമയത്ത് അവിടെ ഒഴുകിയിരുന്ന നദികളൊക്കെ ഈ മരത്തിൻ്റെ ശിഖരങ്ങൾ പോലെയുള്ള ഷേപ്പുകളിലാണ് ഒഴുകിക്കൊണ്ടിരുന്നത്. അതിനുശേഷം ഓവർ ടൈം, കാലക്രമേണ റിവേഴ്സ് ബിക്കെയിം സ്ലോ ആൻഡ് കർവ്ഡ്. അതിന് മിയാൻഡറിങ് എന്ന് ഇംഗ്ലീഷിൽ പറയും. മിയാൻഡറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളവുകൾ സംഭവിക്കുക. അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ ഇറഗുലറായിട്ട് മരത്തിൻ്റെ ശിഖരം പോലെ കടന്നിരുന്ന നദികളൊക്കെ പതുക്കെ സ്ലോ ആവുകയും കേർവ് ചെയ്യാനും തുടങ്ങുകയും ചെയ്തു. അങ്ങനെ ഒരു രീതി അവിടെ ആ ഒരു സെക്ടറിൽ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ അവിടുത്തെ സോയിൽ സ്ട്രക്ചർ, മണ്ണിൻ്റെ ഘടന, കൊച്ചിൻ കൊടുങ്ങല്ലൂർ സെക്ടറിലെ മണ്ണിൻ്റെ ഘടനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, സ്റ്റാർട്ടിങ് ഫ്രം ദ ലോലാൻഡ്സ് ഓഫ് ദ ഈസ്റ്റ് ദർ ഈസ് ക്രിസ്റ്റലൈൻ റോക്ക് വെരി ഓൾഡ് ബിനീത്ത് ആൻഡ് എബോവ് ഇറ്റ് ഈസ് തിക്ക് ലാറ്ററൈറ്റ് റെഡിഷ് സോയിൽ. അതായത് ഞാൻ ഈ പറഞ്ഞല്ലോ, മറ്റേ കായംകുളം, ആലപ്പുഴ, കൊച്ചി സെക്ടറുള്ള പോലെ മുഴുവനായിട്ട് ഒരു പ്രത്യേകതരം മണ്ണല്ല. ഇവിടെ 2 തരമുണ്ട്. പതുക്കെ ചെറുതായ ഒരു ചെരിഞ്ഞ ഭാഗങ്ങളുണ്ട്, ചെറുതായ ഒരു ലോലാൻഡ്സ് ഉണ്ട്, സ്റ്റാർട്ടിങ് ഫ്രം ദ ലോലാൻഡ്സ് ഓഫ് ദ ഈസ്റ്റ്, കിഴക്കൻ പ്രദേശങ്ങളിൽ. അപ്പോൾ ആലുവയ്ക്കും കൊച്ചിക്കും കിഴക്കുള്ള ഏരിയ എന്ന് പറഞ്ഞ പോലെ അവിടെ അതുകൊണ്ടാണ് താഴെ മണ്ണിൻ്റെ അടിയിൽ ക്രിസ്റ്റലൈൻ റോക്ക്, പാറ അല്ലേ, ക്രിസ്റ്റലൈൻ റോക്ക് സ്ട്രക്ചറും അതിൻ്റെ മേളിൽ തിക്ക് ലാറ്ററൈറ്റ് റെഡിഷ് സോയിൽ, ചെമ്മണ്ണും. അപ്പോൾ താഴെ പാറയും മേളിൽ ചെമ്മണ്ണും ഉള്ളൊരു ഭൂപ്രദേശം. അപ്പോൾ കൃഷി, പ്ലാന്റേഷൻ പോലെയുള്ള പ്ലാന്റേഷൻ വിളകൾ ഒരുപാട് വളരാൻ ഉതകുന്ന തരത്തിലുള്ള ഭൂമിയും പതുക്കെ എന്ത് ചെയ്യും, എന്നിട്ട് പതുക്കെ പടിഞ്ഞാറോട്ട്, ആസ് വി മൂവ് വെസ്റ്റ് ടുവാർഡ്സ് ദ കോസ്റ്റൽ റീജിയൻ ഇറ്റ് ടേൺസ് ഇൻ ടു അല്ലൂവിയൽ സോയിൽ അല്ലേ. തീരപ്രദേശത്തെ മണ്ണ് പോലെയുള്ള മണ്ണായിട്ട്, ചൊരിമണ്ണ് പോലെയുള്ള മണ്ണായിട്ടും മാറും. അപ്പോൾ ഈ ഒരു വ്യത്യാസം അവിടെ ഉണ്ട്. എവിടെ? ഈ കൊച്ചിൻ കൊടുങ്ങല്ലൂർ സെക്ടർ ഓഫ് കോസ്റ്റൽ റീജിയനിൽ ഇങ്ങനൊരു വ്യത്യാസമുണ്ട്. മണ്ണിന് ലോലാൻഡ്സിൻ്റെ ചെറിയ ഭാഗങ്ങളുള്ള സ്ഥലം, ഇടനാടിൻ്റെ ചെറിയ ഭാഗങ്ങളുള്ള സ്ഥലങ്ങളിൽ അകത്ത് പാറയും മുകളിൽ സർഫസിൽ
തിക്ക് ലാറ്ററൈറ്റ് റെഡിഷ് സോയിൽ ചെമ്മണ്ണും പിന്നെ കോസ്റ്റൽ റീജിയനിലോട്ട് വരുമ്പോൾ അലൂവിയൽ സോയിലിൻ്റെ ഒരു പ്രസൻസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെന്താ, സെവറൽ ലൊക്കേഷൻസ് നിയർ ആലങ്ങാട്, ഈസ്റ്റ് ഓഫ് വരാപ്പുഴ, പറവൂർ ആൻഡ് കൊടുങ്ങല്ലൂർ എക്സിബിറ്റ് സബ് ടെറേനിയൻ ഹൊറൈസൺസ് ഓഫ് കാർബണൈസ്ഡ് വുഡ് ആൻഡ് കാർബണേഷ്യസ് ക്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാർബണൈസ്ഡ് വുഡും കാർബണേഷ്യസ് ക്ലേയും ഉണ്ട്, പ്രത്യേകതയൊന്നുമില്ല. കോസ്റ്റൽ കോൺഫിഗറേഷൻ ഡ്യൂറിംഗ് ലേറ്റ് ഹോളോസിൻ ടൈംസ് ഫ്രം കൊടുങ്ങല്ലൂർ ടു തട്ടപ്പള്ളി റിവർ ആൻഡ് കൊച്ചിൻ ഹാസ് റിമെയിൻഡ് സ്റ്റേബിൾ അപ് ടു ദ 18th century. So this indicates a relatively consistent coastal morphology during that period. നേരത്തെ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് തന്നെ വേറെ ഭാഷയിൽ പറഞ്ഞിരിക്കുകയാണ്. എന്താണ്, മറ്റേ കായംകുളം ആലപ്പുഴ കൊച്ചിൻ സെക്ടറിനെ സംബന്ധിച്ച് ഇവിടെ എന്താണ് മാറ്റങ്ങളോ കടൽ കയറ്റോ കടലിറക്കോ പോലെയുള്ള സ്ഥിരമായിട്ടുള്ള വലിയ ഭീകരമായിട്ടുള്ള മാറ്റങ്ങൾ അത്ര സംഭവിച്ചിട്ടില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് എന്താ, ലേറ്റ് ഹോളോസീൻ ടൈംസ്, അതായത് ഏതാണ്ട് 10,000 വർഷങ്ങൾക്ക് മുമ്പുള്ള സമയം തൊട്ട് 18th century 18ാം നൂറ്റാണ്ട് വരെ 1700-കൾ വരെ അതിൻ്റെ ഒരു രൂപഭാവങ്ങളൊന്നും മാറിയിട്ടില്ല മറ്റേത് മാറിയനുസരിച്ച്. അതായത് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ളൊരു കോസ്റ്റൽ മോർഫോളജി ആ ഒരു പീരിയഡിൽ ഈ ഒരു പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമുക്ക് കാണാനുള്ളത്. അപ്പോൾ കേരളത്തിൻ്റെ കോസ്റ്റൽ റീജിയണിൻ്റെ ഫോർമേഷനെ കുറിച്ചും ഈ പ്രധാനമായിട്ടുള്ള ഒരു 2 സെക്ടറിനെ കുറിച്ചും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മൾ കുറച്ച് ഡീപ്പായിട്ട് നമ്മൾ പഠിക്കുമെന്ന് പറഞ്ഞത്. ഇനി പതുക്കെ നമ്മൾ കൂടുതൽ മറ്റു പ്രദേശങ്ങളെക്കുറിച്ചും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും പഠിക്കും. ഇപ്പോൾ ജസ്റ്റ് ഈ വേമ്പനാട് ലേക്ക് ഇപ്പം നിങ്ങൾക്കറിയാം, ചിലപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരും, ലേക്ക് എന്ന് പറയുമ്പോൾ വേമ്പനാട് ലേക്ക് മാത്രമേ പഠിപ്പിച്ചുള്ളൂ. അങ്ങനെയല്ല, ലേക്ക് എന്ന് പറഞ്ഞ സെക്ഷനിലല്ല വേമ്പനാട് ലേക്ക് പഠിച്ചത്. ഈ ലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോസ്റ്റൽ ഏരിയയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്രാതീത കാലം തൊട്ടേ ഇത്തരത്തിലുള്ള പ്രക്രിയകളുമായിട്ട് ചേർന്ന് വരുന്നത് കൊണ്ടാണ് ഞാൻ അതുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞത്. ലേക്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ നമ്മളെല്ലാം പഠിക്കും. നിങ്ങൾ കേരളത്തിലെ ജോഗ്രഫിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഈ സീരീസിൽ കവർ ചെയ്യും. ഇത് നമ്മളൊന്ന് തുടങ്ങി വെച്ചതാണ്. നമ്മൾ ലെക്ചറിൻ്റെ ഒരു രീതി നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ മനസ്സിലായോ, ഒരു ഡിസ്ക്രിപ്റ്റീവ് ലെക്ചർ ആണ്. അതിൻ്റെ ഇടയിലൂടെ നമ്മൾ ഫാക്റ്റുകളും ഒക്കെ വരും. ഇപ്പോൾ നിങ്ങൾക്കുള്ള വൺ ഷോട്ടുകൾ ഒരു അത്യാവശ്യം നിങ്ങൾക്ക് കിട്ടിക്കാണുമല്ലോ ഇതിൽ നിന്ന്. പക്ഷേ എന്നാൽ ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കും. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഡിസ്ക്രിപ്റ്റീവ് ആകുന്നത്? നമ്മൾ മെയിൻസിന് വേണ്ടി കൂടിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലേ? നമ്മൾ പ്രിലിംസിന് വേണ്ടിയല്ല മാത്രമല്ല പ്രിപ്പയർ ചെയ്യുന്നത്, നമ്മൾ മെയിൻസിനും കൂടിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ലെവലിൽ തന്നെ നമ്മൾ GK പഠിക്കണം. അത് GK ജോഗ്രഫി എന്നല്ല, ഇനിയിപ്പോൾ 2 മാർക്കേ ഒരു സബ്ജക്റ്റ് എന്നുള്ളെങ്കിലും ഞാൻ അങ്ങനെ പഠിപ്പിക്കുള്ളൂ. ആ ഡിസ്ക്രിപ്റ്റീവ് രീതിയിൽ പഠിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള പുതിയ കാലത്തെ ക്വസ്റ്റ്യൻസൊക്കെ നേരിടാൻ പറ്റുള്ളൂ. അല്ലാതെ വെറുതെ വൺ ഷോട്ട് കൊണ്ടൊന്നുള്ള പരിപാടി കൊണ്ടൊന്നും കാര്യങ്ങൾ നടക്കില്ല. ഇപ്പോൾ ഒരു ചോദ്യം നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവിൽ വരികയാണ്, ഇതിൻ്റെ ചരിത്രപരമായ ഓർഡർ എഴുതുക. ആ ഓർഡർ എഴുതുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഇയേഴ്സ് ഓർത്ത് വയ്ക്കുന്നത് മാത്രമല്ലെന്നേ കാര്യം. നിങ്ങളത് കറക്റ്റായിട്ട് ഫാക്ച്വലായിട്ട് എന്തൊക്കെയാണ് സംഭവിച്ചത്, ഏതൊക്കെ സമയത്ത് എന്ന് നിങ്ങൾ ഓർത്താൽ മാത്രമേ നിങ്ങൾക്കത് കറക്റ്റായിട്ട് അങ്ങനെയുള്ള പരീക്ഷകളിൽ എഴുതാൻ പറ്റൂ. അപ്പോൾ താങ്ക് യു. അപ്പോൾ നമ്മളങ്ങനെ സക്സസ്ഫുള്ളായിട്ട് ജോഗ്രഫിയുടെ ഫസ്റ്റ് പാർട്ട് നമ്മൾ തീർത്തു. നമ്മൾ ഇനിയൊരു ടോപ്പ് ഗിയറിൽ തന്നെ പോകുന്നതായിരിക്കും. എല്ലാ സബ്ജക്റ്റും നമ്മൾ കവർ ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാവരും അടുത്ത ക്ലാസ്സിന് വേണ്ടി കാത്തിരിക്കുക. ഞാൻ എപ്പോഴും പറയാനുള്ള പോലെ ക്വിസ് സെക്ഷനിൽ ഞാൻ പോയിട്ട് ഇത് പോസ്റ്റ് ചെയ്യും. ഇതിൽ നിന്നുള്ള ക്വിസുകൾ ഞാൻ പോസ്റ്റ് ചെയ്യും. നിങ്ങൾ പോയിട്ട് ഉത്തരം നിർബന്ധമായിട്ടും എഴുതണം. ഓക്കെ, അപ്പോൾ താങ്ക് യു.